यस हेलो चो हाय नमस्ते वेलकम बैक टू एजुपोर्ट। हम जो आज करने जा रहा है പത്ര, ലെറ്റർ, ഡയറി, പോസ്റ്റർ, പട്കഥ, പോയം അപ്രിസിയേഷൻ എല്ലാത്തിൻ്റെയും ഒരു ഫോർമാറ്റിനുപരിയായിട്ട് ഒരു ടെംപ്ലേറ്റ് നമുക്ക് പഠിച്ചാലോ. ഇനി വരാൻ പോകുന്ന ഓണം എക്സാമിന് എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. ഒരു നല്ലൊരു ഫോർമാറ്റിനുപരി ഒരു ടെംപ്ലേറ്റ് ആയിട്ട് ഞാൻ നിങ്ങൾക്ക് തരാൻ പോക്കാണ്. ഇത് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാർത്ഥമായിട്ട് ഈ ഒരു വീഡിയോ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഓണം എക്സാമിന് നല്ലൊരു മാർക്ക് ഹിന്ദിയിൽ വാങ്ങിച്ചെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർ മാത്രം മുന്നോട്ട് കണ്ടാൽ മതി. സോ ഇത് കാണുന്നവർ എന്തായാലും ഒരു തവണ ഇത് നിങ്ങളുടെ നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്യുക തന്നെ വേണം. അല്ലാതെ ഇത് എക്സാം ഹാളിൽ പോയാൽ എനിക്ക് കിട്ടും എൻ്റെ ദിവ്യദൃഷ്ടിമേ ആയേക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടത്തില്ല. എക്സാം ഹാളിൽ പോയിരുന്നു കഴിഞ്ഞാൽ ബ്ലാങ്ക് ആയിരിക്കും. അതുകൊണ്ട് ഒരു തവണ ഇത് നിങ്ങളുടെ റഫ് ബുക്കിലോ ഏതെങ്കിലും ഒരു നോട്ടിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് വെക്കണം. വളരെ സിമ്പിളാണ്. ഈ ഒരു 6 ആൾക്കാരെ നമ്മൾ പഠിക്കാൻ പോക്കാണ്. ഡയറി ഉണ്ട്, ലെറ്റർ ഉണ്ട്, പോസ്റ്റർ ഉണ്ട്, കോൺവെർസേഷൻ ഉണ്ട്, പട്കഥയുണ്ട്. ഒരു പോയം അപ്രിസിയേഷൻ പോലും നമുക്ക് എങ്ങനെ നല്ല രീതിയിൽ എഴുതാം എന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഓക്കെ, സെറ്റ് ആണെങ്കിൽ നമുക്ക് മുന്നോട്ടേക്ക് കടക്കാം. വീഡിയോയിലേക്ക് പോകാൻ പോക്കാണ്. ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് करो और सब्सक्राइब भी करो. अभी तक जो आप हमारे जो चैनल नहीं देखा आपके जो दोस्तों को भी ഷെയർ കറോ. നിങ്ങളുടെ സുഹൃത്തുക്കൾക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. അതുപോലെ ഇതുവരെ ലൈക്ക് അടിച്ചില്ലെങ്കിൽ ഒന്ന് ലൈക്ക് അടിച്ച് വെച്ചോളൂ. അതുപോലെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ആവശ്യമുണ്ടാവും. ഓക്കെ, तो ठीक बच्चों इतना ही है. तो आपका जलवा मेरा जलवा. നിങ്ങളിടുന്ന ഫയറാണ് എനിക്കുള്ള ഊർജ്ജം എന്ന് ഞാൻ ഓൾറെഡി പറയാറുണ്ട് ലൈവുകളിൽ. സോ നേരെ പോവാം, നമ്മുടെ കോണ്ടന്റിലേക്ക് നേരെ കിടക്കാം. ഇത്രയും കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാൻ പോക്കാണ്. സോ ആരും ടെൻഷൻ അടിക്കേണ്ട, വളരെ സിമ്പിൾ ആണ്, വളരെ ഹമ്പിൾ ആണ്. നേരെ വീഡിയോയിലേക്ക് കിടക്കാം. तो देखते हैं ഫസ്റ്റ് വൺ. സോ ഫസ്റ്റ് ലെറ്റർ എങ്ങനെ നല്ല രീതിയിൽ എഴുതാം എന്നൊരു കാര്യമാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത്. ഓക്കെ, സോ ലെറ്റർ എങ്ങനെ എഴുതാം എന്നൊരു കാര്യമാണ് നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കാൻ പോകുന്നത്. അത്ര വലിയ ടഫ് ഒന്നുമല്ലടാ. കോൺസെപ്റ്റ് മനസ്സിലാക്ക്, പറഞ്ഞു തരാം. ഒന്ന് മനസ്സിലാക്ക്, ഒന്ന് കേൾക്ക്. അനാവശ്യമായിട്ടുള്ള ഡിസ്ട്രാക്ഷനിലൊന്നും പോലെ നോക്കിക്കോളൂ. എങ്ങനെയാണ് ആദ്യം തന്നെ നല്ലൊരു ഹെഡ്ലൈൻ എഴുത്. പത്ര എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യാം, നല്ലൊരു തലക്കെട്ട് കൊടുക്കാൻ പറ്റുമെങ്കിൽ എന്ത് ചെയ്യാം, പത്ര എന്നൊരു തലക്കെട്ട് കൊടുക്കാം. സോ ഈ ഒരു ക്വസ്റ്റ്യൻസ് ഒക്കെ, ഇതൊക്കെ ക്രിയേറ്റീവ് റൈറ്റിംഗും നിങ്ങളുടെ ഇമാജിനേഷൻസ് ഒക്കെ വെച്ച് എഴുതാൻ പറ്റുന്ന ഈ രചനാത്മക റൈറ്റിംഗ് എന്ന് പറയുന്ന ഈ ഫീൽഡ് തന്നെ നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി, നിങ്ങളുടെ ആ ഒരു സ്കില്ല് ഉപയോഗിച്ച് എഴുതേണ്ട കാര്യങ്ങളാണ്. ഇതൊരിക്കലും ബൈ ഹാർട്ട് പഠിക്കേണ്ട ആവശ്യമേ വരുന്നില്ല. നിങ്ങൾ മനസ്സിലാക്കിയിട്ട് നിങ്ങളുടെ അർത്ഥതലത്തിൽ നിങ്ങൾക്ക് എഴുതാൻ സാധിക്കുവാണെങ്കിൽ നല്ലൊരു മാർക്ക് ഈസി ആയിട്ട് വാങ്ങിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഫീൽഡ് തന്നെയാണിത്. സോ എങ്ങനെ അങ്ങനെ വാങ്ങിച്ചെടുക്കാം എന്നതിൻ്റെ നല്ലൊരു റിജിഡ് ആയിട്ടുള്ള ഒരു ഫേം ആയിട്ടുള്ള ഒരു കാര്യം ഞാൻ നിങ്ങൾക്ക് തരാൻ പോക്കാണ്. സോ അതിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലേക്ക് എങ്ങനെ നിങ്ങൾ എത്തണം, അതിലേക്ക് എങ്ങനെ എത്തിപ്പെടാം എന്നൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിലൂടെ തരുന്നതന്നെയായിരിക്കും. സോ ആരും മിസ്സാക്കണ്ട. ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 4 മാർക്ക് എങ്ങനെ സ്മൂത്തായിട്ട് വാങ്ങാം എന്നതിൻ്റെ ഒരു വളരെ സിമ്പിൾ ട്രിക്ക് പറഞ്ഞുതരാം. ടീച്ചേഴ്സ് ഒന്നും എല്ലാം കംപ്ലീറ്റ് ആയിട്ടൊന്നും പോകത്തില്ല. കാണാൻ നല്ല രസമുണ്ടെങ്കിൽ മാർക്ക് വീഴും, അതൊരു കാര്യമാണ്. ഓക്കെ, സോ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ എഴുതുന്ന സമയത്ത് ഇവിടെ പകുതി താഴെ, ബാക്കി മേലെ, പോസ്റ്ററിൻ്റെ പകുതി ഇവിടെ, അടുത്തത് അപ്പുറത്തെ പേജിൽ, പിന്നെ 3ാമത്തെ പേജിൽ, അങ്ങനെയൊക്കെ എഴുതുമ്പോഴാണ് ഇറ്റ്സ് മെസ്സി. ഓക്കെ, ഇറ്റ്സ് കംപ്ലീറ്റ്ലി റോങ്. കാണുമ്പോൾ തന്നെ നമുക്ക് തന്നെ എന്താണ്, അയ്യോ എന്താ ഇത്. അപ്പോൾ വായിച്ചു നോക്കാനുള്ള ടീച്ചേഴ്സിന് ആ ഒരു ടെംപ്റ്റേഷൻ എന്ന് പറയുന്ന സാധനം കൂടും. ഓക്കെ, ഒന്ന് വായിച്ചേക്കാം, അയ്യോ തെറ്റുണ്ടല്ലോ, തെറ്റ് മാർക്ക്. ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നല്ലൊരു ഫ്രഷ് പേജ് തന്നെ ഈ മെയിൻ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ലിറ്ററേച്ചറിൽ, സാഹിത്യത്തിൽ, ലാംഗ്വേജ് സബ്ജക്റ്റുകളിൽ മെയിൻ മാർക്ക് വാങ്ങാൻ പറ്റുന്ന ആൾക്കാരെ നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രഷ് പേജ് തന്നെ എഴുതണം. ഓക്കെ, ഒരു പുതിയ പേജ്, ഒരു ഫ്രഷ് പേജ് തന്നെ ആ ക്വസ്റ്റ്യൻ നമ്പർ നല്ല രീതിയിൽ മാർക്ക് ചെയ്തിട്ട്, ക്വസ്റ്റ്യൻ നമ്പർ മിസ്സാവരുത്, ചോദ്യം വായിച്ചിട്ട് മിസ്സാവരുത്, ചോദ്യത്തിൽ എന്താണെന്ന് മനസ്സിലാക്കിയിട്ട് എഴുതണം. ചോദ്യം തെറ്റിയിട്ട് വായിച്ചിട്ട് ഇതൊക്കെ എഴുതിയിട്ട് ഉള്ളിൽ എഴുതി കഴിഞ്ഞാൽ മാർക്ക് പോകും. അതുകൊണ്ട് തന്നെ ചോദ്യത്തെ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഈ ഫോർമാറ്റ് എന്ന് പറയുന്ന ഈ ടെംപ്ലേറ്റ് ഒന്ന് അപ്ലൈ ചെയ്യുക. നല്ലൊരു ഫ്രഷ് പേജ് തന്നെ എഴുതി വെക്കുക. നല്ലൊരു മാർക്ക്, ആ ഒരു ഫുൾ മാർക്കിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും എത്താൻ സാധിക്കും. ഇത്രയും കാര്യങ്ങൾ, ഈ ഒരു ഇൻസ്ട്രക്ഷനാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ മാർക്ക് പോകുന്നത് നമുക്ക് എന്ത് ചെയ്യാം, കംപ്ലീറ്റ്ലി അവോയ്ഡ് ചെയ്യാൻ സാധിക്കുന്നതിനാണ്. ഇനി എന്താണ് സ്ട്രക്ചർ എന്ന് പറയുന്ന ഒരു കാര്യമുണ്ട്. ഓരോന്നിനും ഓരോ സ്ട്രക്ചർ ഉണ്ട്. സോ ലെറ്ററിൻ്റെ സ്ട്രക്ചർ ഞാൻ പറഞ്ഞുതരാം. അത് പലർക്കും ഇതുവരെ അറിയാത്തൊരു കാര്യം കൂടിയാണ്. സോ ലെറ്ററിൻ്റെ സ്ട്രക്ചർ എന്ന് കഴിഞ്ഞാൽ എല്ലാത്തിനും നമുക്ക് എന്താണ്, ഒരു ലൈൻ വെച്ച് എന്ത് ചെയ്യാം, മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ നോക്കിയേ, ആദ്യം ലെറ്റർ എന്ന് ഞാൻ ഇവിടെ എഴുതി അല്ലേ. സോ പത്ര എന്ന് ആ ഒരു തലക്കെട്ട് ഞാൻ ഇവിടെ എഴുതി. ഇനി എന്ത് ചെയ്തു, ഞാൻ പ്ലേസും ST എന്ന് പറയുന്ന സ്ഥാൻ താരിഖ് എന്ന് പറയുന്ന 2 ആൾക്കാരുണ്ട്. ലെറ്ററിൻ്റെ ഫോർമാറ്റിൽ സ്ഥാൻ താരിഖ് ഇല്ലാതെ തുടങ്ങത്തേയില്ല. പ്ലേസും അതുപോലെ തന്നെ ഡേറ്റും നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ് സൈഡിൽ മെൻഷൻ തന്നെ ചെയ്യണം. സോ സ്ഥാൻ താരിഖ്, സ്ഥാൻ का मतलब प्लेस, कन्नूर, കോഴിക്കോട്, എവിടെയെങ്കിലും എഴുതാം. വടകര, കൊല്ലം, കൊച്ചി, എനി പ്ലേസ്. അത് ഒരിക്കലും പാഠഭാഗത്തിൽ പ്രതിപാദിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പ്ലേസ് ഓർക്കാൻ പറ്റുമെങ്കിൽ എഴുതാം. അല്ലെങ്കിൽ എനി ഫിക്റ്റിയസ്, അല്ലെങ്കിൽ നമ്മുടെ ഏതെങ്കിലും റിയൽ ലൈഫിൽ ഏതെങ്കിലും ഒരു പ്ലേസ് അവിടെ കൊണ്ടുപോയി ഇടുക. അടുത്ത ആളാണ് തൊട്ട് താഴെ ഡേറ്റ്, ഏത് സമയത്താണോ എഴുതുന്നത് എന്നൊരു കാര്യം കൂടെ മനസ്സിലാക്കണം. സോ ആ ഒരു സമയം മനസ്സിലാക്കിക്കൊണ്ട് ഏതെങ്കിലും ഒരു സമയം നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അവിടെ എഴുതി വെക്കുകയും ചെയ്യാം. ഞാനിവിടെ എന്താണ് എഴുതിയത്, 13/12/2024 എന്ന് എഴുതി. വേണമെങ്കിൽ 2025 എഴുതിക്കോ. എന്താ സാറേ 26 എഴുതിക്കൂടെ, എഴുതിക്കോ, പ്രശ്നമില്ല. എന്ത് ഡേറ്റ് എഴുതിക്കോ. അതിനുശേഷം എന്ത് ചെയ്യണം, താഴെ പ്രിയ മിത്രമേ, പ്രിയ സുഹൃത്തേ. ഓക്കെ, സോ സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ ആണ്, മറക്കരുത്. ഓക്കെ, ഏതൊരു സുഹൃത്തിന് എഴുതുന്ന ലെറ്റർ ആണ്. അവനെ അഭിസംബോധന ചെയ്യുകയാണ് ചെയ്യുന്നത്. അവനെ നല്ല രീതിയിൽ സല്യൂട്ടേഷൻ കൊടുക്കുകയാണ് ചെയ്യുന്നത്. പ്രിയ സുഹൃത്തേ,
എന്തൊക്കെയുണ്ട് അല്ലേ. സോ അതിലേക്ക് എത്തുന്നതിന് മുമ്പിൽ ഈ ഒരു സ്ട്രക്ചർ സംരചന എന്ന് പറയുന്ന കാര്യം മേ പെഹലെ ആപ്കോ സിഖാവുക. സോ ഒരു സ്ട്രക്ചർ മനസ്സിലായിക്കോ. എങ്ങനെയാണ് പോകുന്നു നോക്കിയേ. പത്ര എന്ന് പറയുന്ന ആൾ ഇവിടെ മുകളിൽ ടോപ്പിൽ വന്നു, അതിന് തൊട്ട് ബോട്ടത്തിലേക്ക് വരുന്ന സമയത്ത് എന്താണ്, ഒരു വര വരച്ച് കഴിഞ്ഞാൽ എല്ലാം എന്താണ്, ഒരു അലൈൻമെന്റിൽ പോകുന്ന ആൾക്കാർ അല്ലേ, എല്ലാം എന്താണ് ഒരു അലൈൻമെന്റ് രൂപത്തിൽ ഇങ്ങനെ പോകുന്ന കാണാൻ സാധിക്കുന്നുണ്ട്. സോ ഇതാണ് അതിൻ്റെ ഒരു പ്രോപ്പർ സ്ട്രക്ചർ. എല്ലാം എഴുതി കഴിഞ്ഞു, നിന്റെ പത്രത്തിന് വെയിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവസാനം നമ്മൾ എന്തു, തുമാരാ മിത്ര, നിന്റെ സുഹൃത്ത്, ആരാണ് ആ ലെറ്റർ എഴുതുന്ന ആൾ, ആരാണ് ആ ലെറ്റർ അയക്കുന്ന ആൾ, അയാളെ നമ്മൾ എന്ത് ചെയ്യുന്നു, തുമാരാ മിത്ര. ഇത്രയും ലെറ്റർ എഴുതിയ ആളില്ലേ, ആരുടെ പെർസ്പെക്റ്റീവിലാണ് നമ്മൾ ഈ ലെറ്റർ എഴുതിന്, അയാളുടെ പേര് എന്ത് ചെയ്യണം, അവിടെ എഴുതുന്നതിന് മുകളിലായിട്ട് ഒരു സിഗ്നേച്ചർ കൊടുക്കണം. ഹസ്താക്ഷർ എന്ന് പറയും. ഹസ്താക്ഷർ എന്ന് എഴുതാൻ പറ്റുന്നില്ലെങ്കിൽ ഒരു സിഗ്നേച്ചർ കൊടുത്തിട്ട് താഴെ എന്ത് ചെയ്യണം, ആരാണ് ആ ലെറ്റർ അയക്കുന്നത് അയാളുടെ പേര് എഴുതണം. അത് എവിടെ ഉണ്ടാവും, ചോദ്യ പേപ്പറിൽ ഉണ്ടാവും. അത് എഴുതിയില്ലേ, ആ ഒരു ഫോർമാറ്റ് നോക്കിയാടാ, സിഗ്നേച്ചർ ഇട്ടു, താഴെ എഴുതിയാളുടെ പേര് എഴുതി, ഇനി തൊട്ട് താഴെ സേവാമേ ടു അഡ്രസ്സ്. ഓക്കെ, അത് കഴിഞ്ഞിട്ടാണ് ഇവിടെ സേവാമേ വരുന്നത്. സോ അലൈൻമെന്റ് വളരെ പ്രോപ്പറാണ്. ഇത് ഒരു തവണ നിങ്ങൾ നോട്ടിൽ എന്തായാലും എഴുതണം. സോ അലൈൻമെന്റ് വെരി മാൻഡാറ്ററി, നെവർ മിസ് ദിസ്. ഓക്കെ, സോ ഇഫ് യു ആർ ലൂസിങ് ദിസ്, എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് തന്നെയാണ് ഈ മാർക്ക് പോവുക. സോ ഫോക്കസ് ഓൺ ദിസ്. അലൈൻമെന്റ് ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. കാരണം കാണുമ്പോൾ തന്നെ അതൊരു ആകർഷകരമായിരിക്കുമ്പോഴും അതുപോലെ ആ ഒരു അലൈൻമെന്റ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഈ കണ്ടന്റ് പോലും നോക്കൂല. ഓക്കെ, ഉള്ളിൽ എഴുതിയത് എന്താണെന്ന് പോലും നോക്കാതെ മാർക്ക് വാങ്ങാൻ പറ്റും. എല്ലാ സമയത്തല്ല, അസംഷൻസ് ഈസ് ദർ. പക്ഷേ മെജോറിറ്റിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെ ഒരു ഫോർമാറ്റ് കീപ്പ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ ഇതിനൊരു ബിൽഡപ്പ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നല്ലൊരു മാർക്ക് നിങ്ങൾക്ക് വാങ്ങിച്ചെടുക്കാൻ സാധിക്കും. സോ എല്ലാവരെ കൊണ്ട് പറ്റും. സോ ഇതൊന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യണം. ഓൺലി വൺ ടൈം. ഞാൻ ഒരിക്കലും പറയത്തില്ല ഒരുപാട് എന്താണ് ഇനഫബിൾ നമ്പേഴ്സ് ഒന്നും ഞാൻ പറയത്തില്ല. ഓൺലി വൺ ടൈം എന്ന് പറയുന്നൊരു കാര്യമാണ്. സോ ഒരു തവണ എഴുതി നോക്കിയാൽ മതി ഈ ഒരു ഫോർമാറ്റ്. എന്നിട്ട് എന്ത് ചെയ്യണം, സേവാമേ എന്ന് പറഞ്ഞാൽ എന്താടാ, ടു അഡ്രസ് ആണ്. ആർക്കാണോ നമ്മൾ അയക്കുന്നത് അയാളെയാണ് നമ്മൾ ടു അഡ്രസ് എന്ന് പറയുന്നത്. സോ ടു അഡ്രസ് എന്ന് പറയുന്നത് നമ്മൾ ഈ ലെറ്റർ ആർക്കാണോ അയക്കുന്നത് അയാളെയാണ് ടു അഡ്രസ് എന്ന് പറയുന്നത്. സോ ലെറ്റർ അയക്കുന്ന ആളുടെ പേരെന്താണ്, ധീരജ് ജയു. എൻ്റെ പേര് എഴുതിക്കോ. നിങ്ങൾക്ക് എനിക്ക് ലെറ്റർ അയക്കാം, ഞാൻ അക്സെപ്റ്റ് ചെയ്യാം, പ്രശ്നമില്ല. സോ മറക്കണ്ട, ധീരജ് ജയുന്നോ എന്തെങ്കിലും ധീരജ് കെന്നോ എന്തെങ്കിലും എഴുതാം. എന്നിട്ട് എന്ത് ചെയ്യണം, ധീരജ് വില്ല. ഏതാണോ വീടിൻ്റെ അഡ്രസ്സ്, ധീരജ് വില്ല. ഓക്കെ, നമ്മളിപ്പോൾ ഹൗസ് എന്നൊക്കെ എഴുതാറില്ലേ, ധീരജ് ഹൗസ് എന്നൊക്കെ പറയുന്ന പോലെ ധീരജ് വില്ല. താഴെ എന്താണ്, കണ്ണൂർ കേരൾ 670602 മൈൽ എന്ന് പറയുന്ന എൻ്റെ പ്രദേശത്തെ പിൻകോഡാണ്. നിങ്ങൾക്ക് അതെന്ത് ചെയ്യാം, 1 2 3 4 5 6 ഒരു 6 നമ്പർ എന്തായാലും ഏതെങ്കിലും ഒന്ന് ഇട്ടാൽ മതി. ബട്ട് ദാറ്റ്സ് ഓക്കെ. സോ എങ്ങനെയാണ് നിങ്ങൾ എന്ത് ചെയ്യേണ്ടത്, ആ ഒരു ലെറ്റർ നല്ല രീതിയിൽ എഴുതേണ്ടത്. ഞാൻ പറഞ്ഞ അലൈൻമെന്റ് എന്തായാലും ഫോക്കസ് ചെയ്യുക. അലൈൻമെന്റ് പോകുന്ന പോക്ക് കണ്ടില്ലേ, നോക്കിയില്ലേ. ഇനി എന്ത് ചെയ്യാം, ഇനി ലെറ്ററിനെ ഒന്നും കൂടെ നമുക്ക് റീഡിഫൈൻ ചെയ്താലോ, ഒന്നുകൂടെ മനസ്സിലാക്കിയെടുത്താലോ. എന്തൊക്കെയാണ് ഇൻട്രൊഡക്ഷനിൽ കൊടുക്കേണ്ടത്, ബോഡിയിൽ എന്തൊക്കെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, കൺക്ലൂഷൻ എത്തുമ്പോൾ എങ്ങനെയാണ് നല്ല രീതിയിൽ ഇതിനെ അവസാനിപ്പിക്കേണ്ടത് എന്നൊരു കാര്യത്തിലേക്കാണ് അടുത്തത് ഞാൻ കടക്കാൻ പോകുന്നത്. സോ ടെൻഷൻ की कोई बात नहीं है, ये बहुत सिंपल है. एक തവണ लिखकर प्रैक्टिस करो. ഓക്കെ, സോ പ്രിയ മിത്രമേ, പ്രിയ സുഹൃത്തെ, തും കേസെ ഹോ. ഒരു ചോദ്യം ചോദിച്ചു, തും കേസെ ഹോ. നോട്ട് ചെയ്യണം, 3 ചോദ്യമാണ് നമ്മൾ ആദ്യത്തെ വരിയിൽ ചോദിക്കുന്നത്. ഒരു ഉത്തരവും നമ്മൾ അതിന് കൊടുക്കുന്നുണ്ട്. സോ തും കേസെ ഹോ, ഹൗ ആർ യു എന്ന് ചോദിക്കുന്ന സാധനമാണ്. നീ എങ്ങനെയുണ്ട്, ആർ യു ഓക്കെ എന്ന രീതിയിൽ ചോദിക്കുന്നതാണ്. ഓക്കെ, തും കേസെ ഹോ, ടീക് ഹോന, ആർ യു ഓക്കെ. രണ്ടാമത്തെ ചോദ്യം വന്നേ. സോ തും കേസെ ഹോ, ഓക്കെ, നിനക്ക് എങ്ങനെയുണ്ട്. ഓക്കെ, പ്രിയ മിത്രൻ എന്ന് എഴുതി തൊട്ട് താഴെയാണ് എന്ത് സ്റ്റാർട്ട് ചെയ്യുന്നത്, തും കേസെ ഹോ എന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിനൊന്ന് സ്പേസ് ഇട്ടിട്ട് തുടങ്ങാം. ഓക്കെ, ഈ പ്രിയ മിത്രൻ എന്ന് എഴുതിയതിൻ്റെ താഴെ തന്നെ എന്ത് ചെയ്യാം, ഇവിടുന്ന് അങ്ങോട്ടേക്ക് എന്ത് ചെയ്യാം, തും കേസെ ഹോ എന്ന് എഴുതി തുടങ്ങാം. ഓക്കെ, അങ്ങനെയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, അതാണ് കുറച്ചുകൂടെ രസം. അങ്ങനെ ചെയ്തോളൂ. എന്നിട്ട് എന്ത് ചെയ്യണം, ടീക് ഹോന, ആർ യു ഓക്കെ. ഓക്കെ, മേ യഹാ കുശൽ ഹു. ഉത്തരം പറയാണ്, ഞാൻ ഇവിടെ ഗുഡാണ്, ഐ ആം ഓക്കെ ഹിയർ. ഘർ മേ സബ് ഠീക് ഹൈ, വീട്ടിലെല്ലാവർക്കും ഓക്കെ അല്ലേ. അടുത്തൊരു ചോദ്യം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ചോദിക്കുകയാണ് ചെയ്യുന്നത്. ഘർ മേ സബ് ഠീക് ഹൈ, വീട്ടിലെല്ലാവർക്കും ഓക്കെ അല്ലേ. അപ്പോഴെന്താണ്, ആ ഒരു കാര്യം തീർന്നു. ഇനി അടുത്ത വരിയിൽ വരുമ്പോഴെന്താണ്, മേ തുമേ എക് ജറൂരി ബാത് ബതാനാ ചാത്താ ഹൂ. ഓക്കെ, അടുത്തൊരു പാരഗ്രാഫ് ആയിട്ട് തന്നെ നിങ്ങൾക്ക് ലെറ്ററിൽ എഴുതാം. മേ തുമേ എക് ജറൂരി ബാത് ബതാനാ ചാത്താ ഹൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം എനിക്ക് നിന്നോട് ഷെയർ ചെയ്യണം. കൽ ഏക് ആസി ഘടന ഘട്ടി. ഇന്നലെ ഒരു സംഭവം സംഭവിച്ചു जिसे मैं अपनी जिंदगी में कभी नहीं भूल सकता. ഓക്കെ, കബി നഹി ഭൂൽ സക്ത. ഇന്നലെ ഒരു സംഭവം സംഭവിച്ചു. എക് ഘടന ഘട്ടി ജോ ജിസെ മേ അപ്നി ജിന്ദഗി മേ കബി ഭൂൽ നഹി സക്ത. അതെൻ്റെ ജീവിതത്തിൽ ഒരിക്കലും എനിക്ക് മറക്കാൻ സാധിക്കത്തില്ല എന്നാണ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, സോ കൽ മേനെ, എന്താണോ ആ ഒരു ഇൻസിഡൻറ്റ്, എന്താണോ ആ ഒരു കോണ്ടന്റ്, നമ്മൾ എന്ത് ചെയ്യുന്നു, അത് നല്ല രീതിയിൽ വൃത്തി വെടിപ്പോടുകൂടി ആ ചോദ്യത്തെ മനസ്സിലാക്കിക്കൊണ്ട് നമ്മൾ അതിൻ്റെ അകത്തങ്ങ് ഇട്ട് കൊടുക്കുന്നു. ഓക്കെ, സോ അത് നിങ്ങൾ എന്ത് ചെയ്യണം, ചോദ്യത്തെ 2-3 തവണ എന്തായാലും വായിച്ചിട്ട് എഴുതിയാൽ മതി. ഒരു തിടുക്കും തിരക്കും ഒന്നുമില്ല. കാരണം നമ്മുടെ അടുത്ത്
ഓൾറെഡി ആൾക്കാരുണ്ട്. സോ നമ്മുടെ ബിൽഡപ്പ് ഈസ് റെഡി ഹിയർ. നിങ്ങൾ അതിലേക്കൊന്ന് ഇൻസേർട്ട് ചെയ്താൽ മാത്രം മതി. അതുകൊണ്ട് തന്നെ ഈ ക്രിയേറ്റീവ് റൈറ്റിംഗ് വരുമ്പോൾ സാറേ സമയമില്ലല്ലോ, എൻ്റെ കയ്യിൽ നിന്ന് പോവോ എന്നൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കരുത്. 3 തവണ ചോദ്യം 2 തവണ വായിച്ചു, 3ാമത്തെ തവണ ഒരു കൺഫർമേഷൻ കൂടെ വായിക്കണം. പലരും ചെയ്യത്തില്ല. എന്താണ് നമ്മളെ കൊണ്ട് ഇതൊക്കെ എത്ര ഞാൻ കണ്ടു എന്നൊരു ചിന്തയിൽ പോകരുത്. കാരണം മൈൻഡ് ഇടയ്ക്ക് എന്ത് ചെയ്യാം, സ്വിച്ച് ചെയ്യാം. ഓക്കെ, സോ മൈൻഡിന് ആ ഒരു സ്വിച്ച് വരാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളൊരു 3 തവണ കൺഫേം ആയിട്ട് വായിച്ചിരിക്കണം. ഓക്കെ, സോ 3 തവണ വായിച്ചു എന്ന് ഉറപ്പ് വരുത്തിയിട്ട് മാത്രം ആ ചോദ്യത്തിന് ഉത്തരം എഴുതാൻ വേണ്ടി പോവുക. സോ ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യത്തെ കൂൾ ഓഫ് ടൈം നല്ല രീതിയിൽ ഉപയോഗിക്കുക. എന്നിട്ട് രണ്ടാമത് വരുമ്പോഴും ആ ഒരു ചോദ്യത്തെ വായിച്ചുകൊണ്ട് തന്നെ ഉത്തരം എഴുതാൻ വേണ്ടി പോവുക. സോ കോണ്ടന്റ് പക്ക നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നല്ല രീതിയിൽ നമ്മൾ അവിടെ വെളുപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പരിപാടി പ്രശ്നമില്ല. നല്ലൊരു പാരഗ്രാഫായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. കൽമേനെ ഇതൊക്കെ സംഭവിച്ചു, അങ്ങനെയൊക്കെ ആയി എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ അവിടെ നല്ല രീതിയിൽ എഴുതിയിട്ടുണ്ട്. എന്നിട്ട് എന്താണ്, ഘർ മേ ബഡോं का मेरा प्रणाम कहना. വീട്ടിലെ മുതിർന്ന ആൾക്കാരെല്ലാം കഴിഞ്ഞിട്ട് അവസാനത്തെ പാരഗ്രാഫിലേക്ക് വരുവാണ് ചെയ്യുന്നത് നമ്മൾ. അപ്പോഴാണ് ഞാൻ പറയുന്നത് ഘർ മേ ബഡോं को मेरा प्रणाम कहना. വീട്ടിലെ മുതിർന്ന ആൾക്കാരോടൊക്കെ എൻ്റെ പ്രണാമം, എൻ്റെ അന്വേഷണം അറിയിക്കണം. ഓക്കെ, സോ അവർ छोटों को बहुत सारा प्यार देना. ഓക്കെ, എൽഡേഴ്സിനെ റെസ്പെക്ട് ചെയ്യാൻ പറഞ്ഞു. ഇനി യങ്ങേഴ്സിനെയും കൂടി എന്താണ്, എൻ്റെ ഒരു സ്നേഹം അറിയിച്ചോളൂ. എല്ലാ വീട്ടിലും ഉണ്ടാവില്ലേ മുതിർന്ന ആൾക്കാരും ചെറിയ ആൾക്കാരും, എല്ലാത്തിനും നമ്മളങ്ങ് വലിച്ചെഴുതുകയാണ് ചെയ്യുന്നത്. മുതിർന്നവരോടും എൻ്റെ റെസ്പെക്ട് പറയണം, ആ താഴ്ന്ന ആൾക്കാർക്ക് എൻ്റെ സ്നേഹവും കൊടുക്കണം. ഓക്കെ, ഹം അഗ്ലേ മഹീനെ ജറൂർ മിലേംഗെ. അടുത്ത മാസം നമ്മൾ എന്തായാലും കണ്ടുമുട്ടും. ഇതിനൊന്നും കൂടെ വലിപ്പിക്കണമെങ്കിൽ ഹം അഗ്ലേ മഹീനെ ജറൂർ മിലേംഗെ നഹീ തോ ഹം അഗ്ലേ സാൽ മേ ജറൂർ മിലേംഗെ. സോ അടുത്ത മാസം നമ്മൾ കണ്ടുമുട്ടും, ഇല്ലെങ്കിൽ അടുത്ത വർഷം കണ്ടുമുട്ടും. അങ്ങനെയൊക്കെ നിങ്ങൾക്ക് വലിപ്പിക്കാൻ സാധിക്കും. ദാറ്റ്സ് എ ബ്യൂട്ടി ഓഫ് ലിറ്ററേച്ചർ. സോ അത്രക്കൊന്നും പോണ്ട, നമുക്ക് വേഗം പരിപാടിയിലേക്ക് എത്താം. ഓക്കെ, ഹം അഗ്ലേ മഹീനെ ജറൂർ മിലേംഗെ. നമ്മൾ അടുത്ത മാസം എന്തായാലും കണ്ടുമുട്ടും എന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അവിടെ പറയാണ് ചെയ്യുന്നത്. ഏറ്റവും അവസാനം എന്ത് ചെയ്യുന്നു, തുമാരി ജവാബി പത്രിക പ്രതീക്ഷാമേ, നിന്റെ ആ ഒരു റിപ്ലൈ ലെറ്റർ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു, ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ അവിടെ അവസാനിപ്പിക്കുന്നു. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? എന്നിട്ട് എന്ത് ചെയ്യുന്നു, റൈറ്റ് സൈഡിൽ തുമാരാ മിത്ര ആരാണോ എഴുതി അയക്കുന്നത് അയാളുടെ പേര് സിഗ്നേച്ചർ ഒക്കെ ഇടുന്നു. ലെഫ്റ്റ് സൈഡിൽ വരുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ടു അഡ്രസ് ആണ്. ആർക്കാണോ അയക്കുന്നത് നിങ്ങൾക്ക് എനിക്ക് അയക്കാം, എന്നിലേക്ക് എത്തും. ഓക്കെ, ധീരജ് വില്ല, അവർക്ക് കണ്ണൂർ, കേരൾ 670602 അല്ലെങ്കിൽ 123456 എന്തെങ്കിലും ഒരു പിൻകോഡ് എഴുതുന്നു, പരിപാടി തീരുന്നു. വളരെ സിമ്പിളാണ്. അലൈൻമെന്റ് മറക്കരുത്. ഒരു തവണയെങ്കിലും നിങ്ങൾ നോട്ട്ബുക്കിൽ എഴുതി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി സിമ്പിളാണ്. സെറ്റാണോ? പോസ്റ്റർ അല്ല, ലെറ്റർ ഈസ് ഈസി. ഓക്കെ, സോ ലെറ്റർ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇനി മറക്കരുത്, വളരെ സിമ്പിളാണ് ഫോർമാറ്റ്. ടെംപ്ലേറ്റ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി രണ്ടാമത്തെ ആൾക്കാർ ആരാണ്, നമ്മുടെ ഡയറിയാണ്. ഡയറി എന്ന് പറയുന്നത് പത്രത്തിനെ പോലെ അത്ര അത്ര കോംപ്ലിക്കേഷൻ ഒന്നുമില്ല. വളരെ സിമ്പിളാണ് ഡയറി വളരെ സിമ്പിളാണ്. ഓക്കെ, സോ ഡയറി ചെയ്യുമ്പോൾ എന്താണ്, നമ്മൾ ഒരു ദിവസം എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്താണ് സിമ്പിൾ പാസ്റ്റിലൊക്കെ എഴുതാൻ പറ്റുന്ന, സിമ്പിൾ പാസ്റ്റിലാണ് കൊടുക്കുന്നത്. സോ നമ്മളൊരു ദിവസത്തെ ഡയറി എക്സ്പീരിയൻസ് ചെയ്ത കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു, അതവിടെ എഴുതി വെക്കുന്നു. ഓക്കെ, സിമ്പിൾ പാസ്റ്റ് എന്ന് കേട്ട് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട, അത് വിട്ടേക്ക്. നിങ്ങൾ എഴുതുന്ന ആ രീതിയിൽ തന്നെ എഴുതിക്കോളൂ. ഇന്നത്തെ ദിവസത്തെ സംഭവിച്ച കാര്യങ്ങളെക്കുറിച്ച് ഞാൻ അന്ന് രാത്രി ഡയറിയിൽ എഴുതുകയാണ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡയറി എഴുതുമ്പോൾ എന്താണ് അതിൻ്റെ ഫോർമാറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ട് കാലത്തൊക്കെ നമ്മൾ റൈറ്റ് സൈഡിലാണ് എഴുതാറ്, ഇപ്പോൾ എന്താണ് ലെഫ്റ്റ് സൈഡിലാണ് എഴുതാറ്. നേരത്തെ നമ്മൾ പഠിച്ചു സ്ഥാൻ താരിഖാണ്. നിങ്ങൾക്കൊരു കോഡ് ഞാൻ പറഞ്ഞുതരാം. STD എന്നൊരു കോഡ് പഠിച്ചാൽ മതി. STD നമ്മളറിയാം അല്ലേ, പണ്ട് ഫോൺ ചെയ്യാനൊക്കെ നമ്മൾ എന്താണ് STD എന്ന് പറയുന്ന ആ ഒരു ബൂത്തിലാണ് പോവാറ്. ഇതിനെ 3 എന്ത് ചെയ്യണം, നമ്മൾ മെട്രിക്സിലൊക്കെ ചെയ്യുന്ന പോലെ ആദ്യം എസിനെയും ടീനെയും നമ്മളിങ്ങനെ യോജിപ്പിക്കുക, പിന്നെ ടീനും ഡീനും യോജിപ്പിക്കുക. സോ എസിനെയും ടീനും യോജിപ്പിക്കുന്ന ആളാരാണ്, എന്താണ്, പത്രത്തിൻ്റെയാണ്, ലെറ്ററിൻ്റെ ആളാണ് മേലെ വരിക. സോ ടീനും ഡീനും നമ്മൾ യോജിപ്പിച്ച് കഴിഞ്ഞാൽ എന്തായി കിട്ടും, ഡയറിയുടെ ആളാണ് നമുക്ക് കിട്ടുക. ഓക്കെ, സോ എസും ടി എന്ന് പറഞ്ഞാൽ എന്താണ് ഹിന്ദിയിൽ, സ്ഥാനാണ്. ഓക്കെ, സ്ഥാൻ പ്ലേസ് ആണ്. താരിഖാണ്, താരിഖ് എന്ന് പറഞ്ഞാൽ ഡേറ്റ് ആണ്. ഓക്കെ, താരിഖ് ഡേറ്റ്. അടുത്ത ആളാരാണ്, നമ്മുടെ ഡേ ആണ്. ഡേ എന്ന് പറഞ്ഞാൽ ദിവസമാണ്, അത് എന്താണ്, ദിന്നാണ്. ഓക്കെ, ഇംഗ്ലീഷിലും ഹിന്ദിയിലൊക്കെ ഡേ ദിൻ എന്നായിട്ട് എടുക്കാം. സോ STD എന്ന കോഡ് ഓർക്കുക. അപ്പോൾ നമ്മൾ ലെറ്ററിൻ്റെ കേസിൽ എന്തെടുത്തു, ST എടുത്തു. സ്ഥാൻ താരിഖ് നമ്മൾ എവിടെ എഴുതി, റൈറ്റ് സൈഡിൽ എഴുതി. സ്ഥാൻ പ്ലേസും ഡേറ്റും നമ്മൾ എഴുതി. ഇനി നമ്മൾ ഡയറിയുടെ കേസിൽ എന്താണ്, STD TD ആണ് ഇനി ബാക്കിയുള്ളത്. അപ്പോൾ ടി എന്താണ്, താരിഖാണ്, ഡേറ്റ് എഴുതുന്നു, ഏതെങ്കിലും ഒരു ദിവസം എഴുതുന്നു. രവിവാർ, സോമവാർ, മംഗൾവാർ, ബുധവാർ, ഗുരുവാർ, ശുക്രവാർ, ശനിവാർ, ഏതെങ്കിലും ഒരു വാർ അവിടെ എഴുതി വെക്കുന്നു. വാറിൽ ഏറ്റവും സിമ്പിൾ സോമവാറാണ്. മൺഡേ എന്ന് പറയാൻ നിങ്ങൾക്ക് ഉപയോഗിക്കാം. സെറ്റാണോ, കൺസെപ്റ്റ് ഈസി അല്ലേ, റെഡി. ഇനിയാണ് എഴുതുന്നത് പ്രിയ ഡയറി. ഇത് ആരും എഴുതാറില്ല, ബട്ട് യു ക്യാൻ റൈറ്റ്, നോ വറീസ്, യു ക്യാൻ റൈറ്റ്. ഓക്കെ, സോ പ്രിയ ഡയറി, ആജ് കാ ദിൻ. ഓക്കെ, ഇതാണ് ഇതിൻ്റെ ഒരു അലൈൻമെന്റ്. നോക്കിയേ, ആജ് കാ ദിൻ. ഓക്കെ, ആജ് കാ ദിൻ നോക്കിക്കോളൂ. ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ വന്നു, ഇവിടെ കണ്ടന്റ് വന്നു, ഇവിടെ, അതൊക്കെ എന്താണ്, ജസ്റ്റ് പാരഗ്രാഫ് വൈസ് ആയിട്ട് നിങ്ങൾക്ക് എഴുതിയാൽ മതി. ഓക്കെ, അധികം പാരഗ്രാഫ് ആണ്, ഒരു 2-3 പാരഗ്രാഫിലൊക്കെ എഴുതാൻ പറ്റുവാണെങ്കിൽ ദാറ്റ്സ് വെരി ഗുഡ്. ഓക്കെ, സോ ആജ് കാ ദിൻ മേരെ ജീവൻ കാ ഏക് അവിസ്മരണീയ ദിൻ ഹൈ. ഇന്നത്തെ ദിവസം എന്ന് പറയുന്നത് എൻ്റെ ജീവിതത്തിൽ അത്രയും അവിസ്മരണീയമായിട്ടുള്ള ദിവസമാണ്.
സുബഹ സബ് കുച്ച് സാമാന്യ താ, രാവിലെ എല്ലാം എന്താണ് സാമാന്യമായിരുന്നു, ഓക്കെ ആയിരുന്നു, രാവിലെ എല്ലാം ഓക്കെ ആയിരുന്നു. ആജ് ऐसी घटना घटी जो जिंदगी में പെഹ്ലെ കബി നെഹി ഹുയി തീ. ഓക്കെ, അത് എൻ്റെ ജീവിതത്തിൽ ഇന്നൊരു സംഭവം സംഭവിച്ചു. നമ്മൾ നേരത്തെ ലെറ്ററിൽ എഴുതിയിട്ടുണ്ട് ഒരു സംഭവം, ഘടനാഘട്ടി. അതേ ഘടനാഘട്ടിയെ നമ്മൾ ഇന്ന് ഇവിടെ ഡയറിയിലും കൊടുത്തു. ഇന്നൊരു സംഭവം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു, അത് ജീവിതത്തിൽ ഇതുവരെ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. ഓക്കെ, സോ ഇസ് ഘടന ने मेरी सोच को पूरी तरह बदलने में मदद की. ഈ ഒരു ഇൻസിഡന്റ് ഇന്ന് സംഭവിച്ചത് തന്നെ എൻ്റെ ചിന്താഗതിയെ എന്തിനു വേണ്ടിയിട്ടാണ്? പൂരി തര ബദൽനെ മേ മദദ് കി, മുഴുവനായിട്ട് പൂരി തര മാറ്റാൻ വേണ്ടി ബദൽനെ മേ സഹായിച്ചു, മദദ് കി എന്ന് പറയുന്നു. ഓക്കെ, സോ ആജ് മേ ഇന്ന് എക്സ് വ്യക്തിസെ മിലാത്ത, എക്സ് വ്യക്തിസെ ഈ ഒരു വ്യക്തിയെ ഞാൻ ഇന്ന് കണ്ടു, അല്ലെങ്കിൽ അങ്ങനെയാണ് ആരെങ്കിലും കണ്ടതോ ഏതെങ്കിലും സംഭവത്തെക്കുറിച്ചോ, അങ്ങനെ ആജ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു സാധനത്തെ നിങ്ങൾ എഴുതാം. ഓക്കെ, സോ ആജ് എന്ന് സംഭവിച്ചു, ആ കോണ്ടന്റ് നമ്മൾ സൂപ്പറായിട്ട് അവിടെ എഴുതി കൊടുക്കുന്നു. എല്ലാം കഴിഞ്ഞു, കോണ്ടന്റ് നല്ല പ്രോപ്പറായിട്ട് എഴുതി. എന്നിട്ട് എന്ത് ചെയ്യുന്നു? മേരെ പാസ് ഭാവനവും കോ വ്യക്ത് കർനെ കെ ലിയെ ശബ്ദ നഹി ഹൈ, എൻ്റെ അടുത്ത് എൻ്റെ ഇമോഷൻസ് വ്യക്തമാക്കാൻ വാക്കുകളില്ല. ഓക്കെ, സോ ഈ ദൃശ്യനെ മേരെ മൻ കോ ഗഹരാ പ്രഭാവ് ചോട് ദിയാ ഹൈ. ഇന്നത്തെ ഈ ഒരു ദൃശ്യം എൻ്റെ മനസ്സിൽ വളരെ ആഴത്തിലുള്ള പ്രഭാവമാണ് ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, അല്ലെങ്കിൽ മേരാ ചേതന നെയ് സോച്ച് ഭറുടി, എൻ്റെ കോൺഷ്യസ്നസ് എന്ന് പറയുന്ന സാധനം എന്താണ്? നല്ല ചിന്തകളാൽ, പുതിയ ചിന്തകളാൽ എന്താണ്? ഭറുടി, നിറഞ്ഞു. ഓക്കെ, സോ മാനെ ആജ് ബഹുത് കുച്ച് സീഖ, ഇന്ന് ഞാൻ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചു. മേ ഇസ് ദിൻ കോ കബി നഹി ഭൂൽ പാऊंगा, ഈ ഒരു ദിവസം ഞാൻ ഒരിക്കലും എൻ്റെ ജീവിതത്തിൽ മറക്കത്തില്ല. അബ് ബഹുത് രാത് ഹോ ഗയി ഹൈ, ഇപ്പോൾ ഒരുപാട് രാത്രി ആയിട്ടുണ്ട്. ഓക്കെ, ശുഭരാത്രി, ഗുഡ് നൈറ്റ് എന്ന് ഡയറിയിൽ നിങ്ങൾക്ക് എഴുതാം. സോ ശുഭരാത്രി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ഒരു ഡയറി അവസാനിപ്പിക്കാം. സെറ്റല്ലേ? കോണ്ടന്റ് എന്തായാലും ചോദ്യം വായിച്ചിട്ട്, നല്ല രീതിയിൽ ചോദ്യം വായിച്ചിട്ട് എഴുതി വെച്ച് കഴിഞ്ഞാൽ പരിപാടി സിമ്പിളാണ്. ഫോർമാറ്റ് മിസ്സാക്കണ്ട, എഴുതിയിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്തോ, വളരെ സിമ്പിളാണ്. ഒരു തവണ എഴുതിയാൽ ഈസിയാണ്. അടുത്തത് കോൺവെർസേഷനാണ്. സാർ കോൺവെർസേഷനൊക്കെ എഴുതാൻ പറ്റുമോ? സന്ദർഭം മനസ്സിലാക്കിക്കൊണ്ട് കോൺവെർസേഷനെ നിങ്ങൾക്ക് ഇതുപോലെ നല്ല രസത്തിൽ എഴുതാൻ സാധിക്കും. സോ കോൺവെർസേഷൻ എഴുതുമ്പോൾ എന്തൊക്കെ സാർ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതുപോലെ ഫ്രീ ഷോർട്ട് ആക്കിയിട്ടൊക്കെ ഇട്ട് കൊടുക്കാൻ പറ്റുന്ന സാധനങ്ങൾ ഉണ്ടോ? ഫില്ലേഴ്സ് പോലെ കൊടുക്കാൻ പറ്റുമോ? കൊടുക്കാൻ പറ്റും. ഓക്കെ, സോ എപ്പോഴും ക്യാരക്ടർ 1 ആണ്. ഓക്കെ, ക്യാരക്ടർ ആയിട്ടുള്ള ഫസ്റ്റ് ക്യാരക്ടർ ആയിരിക്കും എന്ത്? മെയിൻ ആൾ. ഓക്കെ, മെയിൻ ക്യാരക്ടർ എനർജി എന്ന് പറയുന്നത് ക്യാരക്ടർ 1 ആയിരിക്കും. അയാളായിരിക്കും മറ്റൊരുത്തൻ്റെ അടുത്ത് പോയിട്ട് എന്തെങ്കിലും സാധനം ചോദിക്കാനോ അല്ലെങ്കിൽ ഇതിന് വേണ്ടിയിട്ടോ ടെംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ അവനാണ് തുടങ്ങി വെക്കേണ്ടത്. സോ പാർട്ട് 1 തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? ആ മെയിൻ ക്യാരക്ടർ എനർജിയെ പിടിച്ച് പാർട്ട് 1 തന്നെ കൊണ്ടുപോയി അറ്റാച്ച് ചെയ്യണം, എന്നാലേ ഇത് കറക്റ്റ് ആവും. സോ ഒന്നാമത്തെ ആൾ പാർട്ട് 1 ഏതാണോ പേര് അത് നിങ്ങൾക്ക് അവിടെ എഴുതി വെക്കാം. എക്സ് ആൻഡ് വൈ. ഓക്കെ, രണ്ടാൾക്കാരേ ഉള്ളൂ. സോ പാർട്ട് 1 ഇസ് എക്സ്, പാർട്ട് 2 ഇസ് വൈ. അതിങ്ങനെ മാറി മാറി പോകണം. അപ്പൊ എക്സ് പറയാണ് നമസ്തേ. ഇപ്പൊ ഞാനാണ് ഒരാളോട് പോയിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് വാർത്താലാപം എന്ന് ചോദിക്കാം, സംവാദം എന്ന് ചോദിക്കാം, ബാത്ചിത്ത് എന്ന് ചോദിക്കാം. എല്ലാം എന്തിന്റെ അർത്ഥമാണ്? എല്ലാം കോൺവെർസേഷൻ എന്ന് പറയുന്ന ആളുടെ പര്യായ പദമാണ്. സോ എല്ലാം കോൺവെർസേഷൻ എന്നതിൻ്റെ തന്നെയാണ്. സോ കോൺവെർസേഷൻ എന്ന് പറയുന്നതിനാണ് എല്ലാത്തിൻ്റെയും മുഖ്യമായിട്ടുള്ള ആശയം. വാർത്താലാപ്, സംവാദ്, ബാത്ചീത്ത് ഒക്കെ നിങ്ങൾക്ക് ചോദിക്കാം. ഏതെങ്കിലും ഒന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാം കോൺവെർസേഷനെയാണ് പറയുന്നത്. ഓക്കെ, സോ രണ്ടാമത്തെ ക്യാരക്ടർ പറയുന്നു നമസ്തേ ആപ് കേസേ ഹേ. അപ്പോൾ അറിയുന്ന ആളോ അറിയാത്ത ആളോ ഒക്കെ ആയാലും വെറുതെ നമുക്കൊന്ന് എടുക്കാം. ആപ് കേസേ. ഓക്കെ, സോ പാർട്ട് 1 मैं ठीक हूँ, आप कैसे? താങ്കൾക്ക് എങ്ങനെയുണ്ട്? അപ്പോൾ പാർട്ട് 2 പറയും मैं भी ठीक हूँ, ഞാൻ ഓക്കെ ആണ്. क्या मैं आपसे कुछ जरूरी बात पूछ सकता हूँ? ഞാൻ താങ്കളോട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം ചോദിച്ചോട്ടെ? അപ്പോൾ പാർട്ട് 2 പറയും ജി ബിൽക്കുൽ പൂച്ചിയേ. ഓക്കെ, ചോദിച്ചോളൂ, എന്നോട് ചോദിച്ചോളൂ. എത്രയുണ്ട്? സിമ്പിൾ അല്ലേ? ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? ആ കോണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യുന്നു? പാർട്ട് 1 അവിടെ ഇംപ്ലിമെന്റ് ചെയ്യുന്നു. പാർട്ട് 2 അതിന് ഉത്തരം കൊടുക്കുന്നു. എന്ത് ചെയ്യുന്നു? അങ്ങനെ കുറച്ച് കോൺവെർസേഷൻ അവിടെ ആഡ് ചെയ്യുന്നു. അവസാനം പാർട്ട് 1 പറയും ठीक है धन्यवाद भाई, ठीक है धन्यवाद, थैंक यू. അപ്പോൾ പാർട്ട് 2 പറയും ജി कोई बात नहीं, ഓക്കെ, നോ പ്രശ്നം, പ്രോബ്ലം ഇല്ല, अपना ध्यान रखिए. പാർട്ട് 1 വീണ്ടും പറയുന്നു ടേക്ക് കെയർ. ഓക്കെ, അപ്പോൾ പാർട്ട് 2 പറയും ജി ബിൽക്കുൽ आप भी अपना ध्यान रखिएगा. ഓക്കെ, ഓ ശരി, എന്തായാലും നിങ്ങൾ നിങ്ങളുടെ ഹെൽത്ത് സൂക്ഷിക്കണം, ടേക്ക് കെയർ എന്ന് പറഞ്ഞുകൊണ്ട് പാർട്ട് 2 അവസാനിക്കുകയാണ് ചെയ്യുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇത് അപ്രോപ്രിയേറ്റ് ആണ്, നിങ്ങളുടെ ആ ഒരു സിറ്റുവേഷനിൽ ഇത് അപ്രോപ്രിയേറ്റ് ആണ് എന്ന് തോന്നിയിട്ട് നിങ്ങൾക്ക് ഇതിനെ മാറ്റം വരുത്തിയിട്ടും ഇത് അതുപോലെ ഉപയോഗിക്കാം. നടുക്ക കോണ്ടന്റ് നിങ്ങളുടെ എന്താണ് ചോദ്യത്തിലുള്ളത് അത് അവിടെ ഇൻസേർട്ട് ചെയ്താൽ മതി. സെറ്റല്ലേ? സോ അപ്രോപ്രിയേറ്റ് ആയിരിക്കണം, ചോദ്യത്തെ മനസ്സിലാക്കി മാത്രം ഉപയോഗിക്കുക എന്ന് കൂടെ ഞാൻ ഇതിൽ പറയുന്നുണ്ട്. സിറ്റുവേറ്ററി വാർണിംഗ് എന്ന് പറയുന്ന പോലെ എന്താണ്, ഇതൊന്ന് ശ്രദ്ധിക്കണം. പക്ഷേ ഇത് മോസ്റ്റ്ലി ഇത് അപ്ലിക്കബിൾ ആണ്, പലയിടത്തും ഇത് മോസ്റ്റ്ലി അപ്ലിക്കബിൾ ആണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? യു ക്യാൻ യൂസ് ദിസ്. ഒന്ന് റിവൈസ് ചെയ്തോളൂ, ഒന്ന് എഴുതി പഠിച്ചോളൂ. ഇറ്റ് വിൽ ബി വെരി യൂസ്ഫുൾ ഫോർ യുവർ അപ്കമിങ് എക്സാംസ്. ഓക്കെ, സോ റെഡി. ഇനി നമുക്ക് എന്ത് ചെയ്യാം? പട്കഥ എന്ന് പറയുന്ന ആളിലേക്ക് കിടക്കാം. സോ പട്കഥ പഠിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാർത്താലാപ് അറിഞ്ഞിരിക്കുന്ന ആളെ സംബന്ധിച്ച് പട്കഥ എന്ന് പറയുന്ന ആളെ എഴുതാൻ വളരെ സിമ്പിളാണ്. ഓക്കെ, സോ വാർത്താലാപ് അറിഞ്ഞ ആളെ സംബന്ധിച്ച് പട്കഥയിലേക്ക് വരുമ്പോൾ പരിപാടി വളരെ സിമ്പിളാണ്. ഞാൻ പറഞ്ഞുതരാം എന്താണെന്ന്. സോ പട്കഥ
സോ പട്കഥ എന്ന് പറയുന്ന സാധനം ദൃശ്യ ഏക്, ഒന്നാമത്തെ ദൃശ്യം ഏക്. ഓക്കെ, സോ സ്ഥാൻ, പ്ലേസ്. ഓക്കെ, അവിടെ എപ്പോഴും എന്ത് ചെയ്യണം, അലൈൻമെന്റ് നോക്കിക്കോളൂ. ദൃശ്യം 1 പട്കഥ എന്ന് ഹെഡ്ലൈൻ കൊടുക്കുന്നു. എല്ലാത്തിലും ദൃശ്യം ഏക് എന്ന് തന്നെയാണ് ഉണ്ടാവുക, വേറെ ദൃശ്യം 2 ഒന്നും ഉണ്ടാവില്ല. ദൃശ്യ ഏക്, ഒന്നാമത്തെ ദൃശ്യം. എന്താണ് സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ, തിരക്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പട്കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സ്ക്രീൻ പ്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങളൊരു സിനിമ അല്ലെങ്കിൽ നിങ്ങളൊരു ഡയറക്ടറാണ്, നിങ്ങൾ എന്തെങ്കിലും ഒരു സിനിമ ഷൂട്ട് ചെയ്യെങ്കിൽ ഏതൊക്കെ ക്യാരക്ടേഴ്സ് വേണം, ഏത് സമയത്ത് എടുക്കണം, എന്ത് ഡ്രസ്സാണ് അവരിടേണ്ടത് ഒക്കെ നിങ്ങൾ നോക്കൂലേ, അത് തന്നെയാണ് തിരക്കഥ എന്ന് പറയുന്ന ആൾ. ഓക്കെ, സോ തിരക്കഥ എഴുതുമ്പോൾ ദൃശ്യം 1, സ്ഥാൻ, പ്ലേസ് എന്താണ്, ഘർ കി ആംഗൻ, അതുപോലെ തന്നെ ബാസാർ, കട, സ്കൂൾ, ഏതെങ്കിലും ഒരു ലൊക്കേഷൻ നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ എഴുതണം. മോസ്റ്റ്ലി ഘർ കാ ആംഗൻ, ബാസാർ ഉണ്ടാവലുണ്ട്, സ്കൂൾ ഉണ്ടാവലുണ്ട്, ഏതാണോ ലൊക്കേഷൻ ആ ഒരു സ്ഥാൻ എന്ന് പറയുന്നിടത്ത് അതവിടെ ഫില്ല് ചെയ്യണം. എ കാരണം എ പിന്നീട് നമുക്ക് ആവശ്യമുണ്ട്. സോ എ എന്ന് പറയുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ ഫില്ല് ചെയ്യണം. സോ സമയം എന്താണ്, സുബഹ 10 ബജെ, കൂടുതലും രാവിലെയാണ് ഒരുപാട് കലാപരിപാടികളൊക്കെ പട്കഥയിൽ ചോദിക്കുന്നത്. സോ സുബഹ 10 ബജെ എന്ന് എഴുതാം, ശാം 5 ബജെ, വൈകുന്നേരം 5 മണി. പക്ഷേ കൂടുതൽ എന്താണ് ഇങ്ങനത്തെ പരിപാടികളൊക്കെ നമ്മുടെ പട്കഥ ക്വസ്റ്റ്യൻസ് ഒക്കെ രാവിലെ നടക്കുന്ന രീതി തന്നെയാണ് കൂടുതലും ചോദിച്ച് കാണാറ്. കാരണം അങ്ങനെയല്ല, അത് അങ്ങനെയാണ് സന്ദർഭം. നമ്മൾ ആ കഥ വായിക്കുമ്പോൾ പലരും നമ്മൾ എന്താണ് ഒരിക്കലും ഈവനിങ് എന്നൊന്നും ചിന്തിക്കത്തില്ല, കൂടുതലും രാവിലെ എന്ന സന്ദർഭത്തിൽ തന്നെയാണ് പലതും പോവുക. അല്ലെങ്കിൽ മെൻഷൻഡ് ആണെങ്കിൽ, രാത്രിയിലെ ആണെങ്കിൽ മെൻഷൻ ചെയ്യുകയാണെങ്കിൽ അങ്ങനെ എടുക്കാം. അല്ലെങ്കിൽ ഇതെന്താണ്, സുബഹ 10 ബജെ, രാവിലെ 10 മണി മതി. ഓക്കെ, സോ രാവിലെ 10 മണിയാകുമ്പോൾ എന്താണ് ഒരുപാട് പക്ഷികളൊക്കെ ഉയരും. അത് നമുക്ക് എന്ത് ചെയ്യാം, ദൃശ്യവിവരം എന്ന് പറയുന്ന താഴെ കൊടുക്കാം. സോ നമ്മൾ എന്ത് ചെയ്തു, ദൃശ്യം ഏക് എന്ന് എഴുതി, സ്ഥാനം എഴുതി, സമയം എഴുതി. ഇനിയാണ് ക്യാരക്ടേഴ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. പാത്ര, സോ പാത്ര എക്സ്, ക്യാരക്ടർ എക്സ്, അതുപോലെ തന്നെ വൈ. സോ എക്സ് എന്താണ്, എക്സിന്റെ പേരാ, ആരൊക്കെയാണ് അവിടെ സംസാരിക്കുന്നത് പട്കഥയുടെ ദൃശ്യത്തിലുള്ളത്, XY, മേ ബി XYZ ഒക്കെ ഉണ്ടാവാം. സോ എക്സ് ആരാണ് എടുക്കുന്നു, അയാളുടെ ആയു. ഇത് അതുപോലെ നീലയിൽ എഴുതിയത് അതുപോലെ തന്നെ എഴുതണേ, നീലയിൽ എഴുതിയ ആയു എന്ന് എഴുതാം. ഏകദേശം എത്രയാണ് പ്രായം, ലഗ്ബഗ്, ഏകദേശം. ഓക്കെ, ആയു ലഗ്ബഗ്, അയാളുടെ ആ ഒരു ക്യാരക്ടറിന്റെ ഏജ് എത്രയാണ് നിങ്ങൾ എന്ത് ചെയ്യണം, അവിടെ മെൻഷൻ ചെയ്യണം. ഓക്കെ, ക്യാരക്ടർ ഏജ് നിങ്ങൾക്ക് അവിടെ മെൻഷൻ ചെയ്യണം. അതിനുശേഷം എന്താണ്, അയാളുടെ വേഷഭൂഷ മെയിൽ ആണെങ്കിൽ ഷർട്ടും പാൻറ്റും, ഫീമെയിൽ ആണെങ്കിൽ സാഡി, വേറെ പ്രശ്നമില്ല, അതുപോലെ തന്നെ എഴുതിക്കോ. അടുത്തത് വീണ്ടും അടുത്ത ക്യാരക്ടറാണ്, അടുത്ത ക്യാരക്ടർ എഴുതി, അയാളുടെ ആയു, ഏജ് ഏകദേശം 20 വയസ്സോ 45 വയസ്സോ എത്രയാണെന്ന് വെച്ചാൽ അത് എഴുതാം. അവിടെ ആയു, ഏജിന്റെ ആ സാധനം നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ വേഷഭൂഷ എന്ന് എഴുതി, മെയിൽ ആണെങ്കിൽ ഷർട്ടും പാൻറ്റ് അവിടെ വെക്കുക. ഇപ്പോൾ മെയിലാണെങ്കിൽ ഞാൻ സാഡി അങ്ങ് ഒഴിവാക്കി, ഷർട്ടും പാൻറ്റും മാത്രം മതി. ഓക്കെ, എം എന്ന് വേണ്ട, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് എമ്മും എഫും എന്ന് എഴുതിയത്. മെയിൽ ഫീമെയിൽ എന്ന് മനസ്സിലാവാനാണ്. മെയിലാണെങ്കിൽ ഷർട്ടും പാൻറ്റ് എഴുതിക്കോ, ഫീമെയിൽ ആണെങ്കിൽ സാഡി എന്ന് എഴുതിക്കോ. സിമ്പിൾ അല്ലേ, റെഡി. അടുത്തെന്താണ് സാഡിയോ ചുരിദാറോ, യങ് ഒക്കെ ആണെങ്കിൽ ചുരിദാർ എന്ന് ഉപയോഗിക്കാം. അടുത്ത ദൃശ്യക വിവരൺ, ദൃശ്യത്തെ നമ്മൾ വിവരിക്കുകയാണ് ചെയ്യുന്നത്, ദൃശ്യവർണ്ണൻ എന്ന് പറയാം. സോ വർണ്ണൻ വിവരൺ എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിങ്ങനെ എഴുതാം. എന്താണ്, പക്ഷി ഉടരഹേ, പക്ഷികളൊക്കെ പറക്കുന്നു. സുബഹ ക ടണ്ട മോസം, രാവിലത്തെ തണുത്ത കാലാവസ്ഥ, കുത്തു. എന്നിട്ട് എന്താണ്, എ എന്ന് പറയുന്ന മുകളിൽ എഴുതിയ സ്ഥലമില്ലേ, എ എന്ന് പറയുന്ന നമ്മൾ മുകളിൽ എഴുതിയിട്ടുണ്ട്. ആ സ്ഥലത്തിന്റെ ആ ഘറോ ബാസാറോ, ഓക്കെ, യഹാസെ ഷുരു ഹോത്തെ, അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ട് ഘർ കെ സാമനെ, അല്ലെങ്കിൽ എന്താണ്, ട്രെയിൻ കെ അന്തർ. ഓക്കെ, സോ ട്രെയിൻ കെ അന്തർ ഈ രണ്ട് ക്യാരക്ടേഴ്സും സംസാരിക്കുന്നു. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇൻസിഡന്റ് ഉണ്ട്, ആ ഇൻസിഡന്റ് നിങ്ങൾ എന്ത് ചെയ്യണം, അത് വിവരിക്കണം. ഇതൊക്കെ സംഭവിച്ചു, ഇനി ഇവർ തമ്മിൽ സംസാരിക്കാൻ പോക്കാണ്. ഓക്കെ, സോ ഈ ഒരു സംവാദ് കോൺവെർസേഷനിലേക്ക് വരുന്നതിന് മുമ്പ് സംഭവിച്ച എല്ലാ കാര്യങ്ങളും ചോദ്യം മനസ്സിലാക്കിക്കൊണ്ട് അത് നിങ്ങൾക്ക് അവിടെ ഉൾപ്പെടുത്താം. ഒന്നും പറ്റുന്നില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ അവിടെയാണ് എന്തെങ്കിലും മെൻഷൻ ചെയ്തിട്ട് ദൃശ്യവിവരണം എന്തായാലും എഴുതണം, മിസ്സാക്കരുത്. ഓക്കെ, സോ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാം, എന്ത്, പക്ഷി ഉഡ് രഹേ ഹേ, സുബഹ കാ ഠണ്ട മോസം, രാവിലത്തെ തണുത്ത കാലാവസ്ഥ, അങ്ങനെയൊക്കെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു, കോൺവെർസേഷനിലേക്ക് കടക്കാൻ പോക്കാണ്. സംവാദ്, കോൺവെർസേഷൻ. ഒന്നാമത്തെ ക്യാരക്ടർ പറയുന്നു, നമസ്തേ ആപ് കേസേ ഹേ. രണ്ടാമത്തെ ക്യാരക്ടർ, നമസ്തേ മേ ठीक हूं आप कैसे हैं. വീണ്ടും എക്സ് പറയാണ്, മേ ബി ठीक हूं क्या मैं आप कुछ जरूर बात पूछ सकता हूं. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ പറയട്ടെ. അപ്പോൾ ബിൽക്കുൽ പൂച്ചിയെ, നേരത്തെ ഉപയോഗിച്ച ആ ഒരു കോൺവെർസേഷൻ്റെ ആ ഒരു മെത്തേഡ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ബാക്കി ഇതിൻ്റെ അകത്ത് അങ്ങ് ഇട്ട് കൊടുക്കാം. ഓക്കെ, ബാക്കി ഇതിൽ അങ്ങ് അപ്ലൈ ചെയ്താൽ മതി. കോൺവെർസേഷൻ എന്ന് പറയുന്നത് ഇവിടെ നോക്കി പഠിച്ചോ. അതുകൊണ്ടാണ് ഞാൻ കോൺവെർസേഷൻ ആദ്യം പറഞ്ഞിട്ട് പിന്നെ പട്കഥ നിങ്ങൾക്ക് പറഞ്ഞു തന്നത്. സെറ്റല്ലേ, എളുപ്പല്ലേ. ഇനി അവിടെ നിൽക്കണ്ടല്ലോ, സ്റ്റിക്ക് ഓൺ ചെയ്യണ്ടല്ലോ, ഒന്ന് വായിച്ചു നോക്കിക്കോളൂ, പരിപാടി ഈസാണ്. ഒന്ന് നിങ്ങൾ എഴുതി പ്രാക്ടീസ് ചെയ്യണം. ആ ഒരു സ്ട്രക്ചർ, അലൈൻമെൻറ്റ് ഫോളോ ചെയ്യണം. ഞാൻ എറോ മാർക്ക് ഇട്ട് കാണിച്ചു തന്നിട്ടുണ്ട്. ഫോളോ ദ അലൈൻമെന്റ്, ദ പാറ്റേൺ, യു ക്യാൻ ഈസിലി സ്കോർ ദ ഗുഡ് മാർക്സ്. ഓക്കെ, सो यू कैन इजिली स्कोर गुड मार्क्स, नो वरीज. आपको एक तवणा, ओके, एक बार लिख के प्रैक्टिस करना चाहिए. ओके, वन टाइम, ओके, ओनली वन टाइम. സെറ്റ്. അടുത്ത പോയം അപ്രിസിയേഷൻ ആണ്. പോയം അപ്രിസിയേഷൻ 1 മിനിറ്റ് കൊണ്ട് പറഞ്ഞു തരട്ടെ. പോയം അപ്രിസിയേഷൻ വളരെ സിമ്പിളാണ്, ഒരു 5 മിനിറ്റ് കൊണ്ട് പറഞ്ഞുതരാം. ഓക്കെ, സോ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം, മനസ്സിലാവാത്തവർക്ക് പോലും. ഏതെങ്കിലും ഒരു പോയത്തിലെ വരികൾ നിങ്ങൾക്ക് തരും. ഓക്കെ, സോ ചോദ്യ പേപ്പറിൽ ഏതെങ്കിലും പോയത്തെ വരികൾ തന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ ആരാണ് എഴുതിയത് എന്നെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത്രമാത്രം മതി. എന്ത് ചെയ്യണം, നല്ലൊരു തലക്കെട്ട്, ടൈറ്റിൽ എന്തായാലും കൊടുക്കണം. ഓക്കെ, സോ കവിതയുടെ അപ്രിസിയേഷൻ എഴുതുന്ന സമയത്ത്, ആസ്വാദനക്കുറിപ്പ് എഴുതുന്ന സമയത്ത്, അപ്രിസിയേഷൻ നോട്ട് എഴുതുന്ന സമയത്ത് തലക്കെട്ട് കൊടുക്കാൻ മറക്കരുത്. എന്നിട്ട് എന്ത് ചെയ്യണം, കവിതാ കാ ശീർഷക് ഇതാണ്,
കവിതയുടെ ശീർഷകം എന്ന് പറയുന്ന തലക്കെട്ട് ഇതാണ്. ഇസ്കെ രചയിത പ്രസിദ്ധ കവി ഇയാളാണ്. ഓക്കെ, സോ കവിതയുടെ ശീർഷകം എന്ന് പറയുന്നത് ഇതാണ്. കവിതയുടെ ഈ ഒരു എഴുതിയ ആൾ, പ്രസിദ്ധ കവി ഇയാളാണ് ഇത് എഴുതിയത് എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യണം? ഒരു ഇൻട്രൊഡക്ഷൻ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സോ ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്ന കാര്യം നമ്മൾ അവിടെ കൊടുത്തു. ഏതാണ് കവിത, ആരാണ് എഴുതിയത് എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആക്കിയിട്ട് എഴുതി വെക്കാം, ഏത് കവിതയാണെന്ന് മനസ്സിലാക്കിയിട്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം? ഈ കവിത കാ മുഖ്യ വിഷയം, ഈ കവിതയുടെ മുഖ്യ സെൻട്രൽ തീം എന്ന് പറയുന്നത് ഈ ഒരു വിഷയത്തിലാണ്. ഏതെങ്കിലും ഒരു വിഷയം ഉണ്ടാവും അല്ലേ? കുട്ടികളെ കുറിച്ചാണെങ്കിൽ ബച്ചേന്നുണ്ടാവും, അല്ലെങ്കിൽ നല്ല ആ ഒരു നല്ലൊരു എൻവയോൺമെൻറ്റിൽ സംവേദനശീലതയാണ്, ഹ്യൂമാനിറ്റിയെ കുറിച്ചാണെങ്കിൽ അങ്ങനെ ഉണ്ടാവും. ഏതാണോ തീം, ഓരോ കവിതയും എന്തെങ്കിലും ഒരു ആശയം മുന്നോട്ട് വെക്കും. അതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലായ എന്തെങ്കിലും ഒരു ആശയത്തിൽ ഇതിൽ ആധാരിതമാണ് എന്ന് കൊടുക്കാം. ഇനി എന്താണ് ഈ കവിത നമ്മളെ എന്തെങ്കിലും പ്രേരിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും എഴുതാം. ഈ കവിനെ ഇസ് കവിതാക്കെ മാധ്യം സെ ഹമേ ഏതിനുള്ള പ്രേരണ തന്നു? ഓക്കെ, ബെഹത്തർ ജിന്ദഗി ജീനേക്ക്, നല്ലൊരു ജീവിതം ജീവിക്കാനുള്ള പ്രേരണ ദി. ഓക്കെ, അങ്ങനെ എന്തെങ്കിലും ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഇൻസ്പിറേഷൻ ആ കവിതയിലെ കവി നമുക്ക് തന്നിട്ടുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഉൾപ്പെടുത്താം. സെറ്റ്. ഇനി കവിതയുടെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ്, വിശേഷതയാണ്. ഇത് എല്ലായിടത്തും നിങ്ങൾക്ക് അതുപോലെ എടുത്തോ. വളരെ സിമ്പിളാണ്, മറക്കരുത്. ഇത് എന്തായാലും എഴുതണം. കവിത की ഭാഷ सरल सहज और प्रभावशाली है. കവിതയുടെ ഭാഷ എന്ന് പറയുന്നത് വളരെ സരളമാണ്, സഹജമാണ്, പ്രഭാവശാലിയാണ്, ഇൻസ്പയറിംഗ് ആണ്, എഫക്റ്റീവ് ആണ്. ഓക്കെ, എഫക്റ്റീവ് ആണ് എന്ന് പറയുന്നതാണ്. ഭാഷ എന്ന് പറയുന്നത് വളരെ സരളമാണ്, എളുപ്പമുള്ള ഭാഷയാണ്, സഹജമായിട്ടുള്ള ഭാഷയാണ്, എല്ലാവർക്കും മനസ്സിലാവുന്നതാണ്. ഇൻസ്പയറിംഗ് ആണല്ല, എഫക്റ്റീവ് ആയിട്ടുള്ള ഭാഷയാണ് കവി ഉപയോഗിച്ചുള്ളത്. ഈസി അല്ലേ? എല്ലായിടത്തും നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഉപയോഗിക്കാം. ഏത് കവിതയാണെങ്കിൽ പോലും ഉൾപ്പെടുത്തിക്കോ. കാരണം അത്രയ്ക്ക് എളുപ്പമായതുകൊണ്ടാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നിട്ടുള്ളത്. സോ അത്രയ്ക്ക് ടഫ് ആയതൊന്നും നിങ്ങൾക്ക് തരത്തില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ടഫ് ആണെങ്കിൽ പോലും നിങ്ങൾക്ക് എഴുതി വെക്കാം. ഓക്കെ, സോ നമ്മൾക്ക് ആ കവിത മനസ്സിലായിട്ടുണ്ടെങ്കിൽ അതിന്റെ ഭാഷ സരളല്ലേ, സഹജല്ലേ, അതാണ് അതിന്റെ അർത്ഥം. സോ സരൾ സഹജ് വളരെ സിമ്പിൾ വേർഡ്സിലാണ് ഉപയോഗിച്ചത് എന്ന് നിങ്ങൾക്ക് എല്ലാ കവിത എഴുതുമ്പോഴും ഉൾപ്പെടുത്താൻ സാധിക്കും. കവിനെ ഭാവനകോ ബഹുത് ഹി സുന്ദർ ഢംഗ് സെ വ്യക്ത കിയാ ഹൈ. കവി തന്റെ ഭാവനകളെ വളരെ സുന്ദരമായിട്ടാണ് വ്യക്തമാക്കിയിട്ടുള്ളത്. സോ സുന്ദർ ഢംഗ് സെ, സുന്ദരമായിട്ടുള്ള രീതി. കവിതയിൽ കവി തന്റെ ഭാവനകളെ വളരെ സുന്ദരമായിട്ടാണ് നമുക്ക് വ്യക്തമാക്കി തന്നിട്ടുള്ളത്. ഓക്കെ, സോ ഇനി നിങ്ങൾക്ക് എന്ത് ചെയ്യാം? പലരും ചെയ്യാത്തൊരു കാര്യമാണ് ഇത്, പലരും ചെയ്യത്തില്ല. ഈ വീഡിയോ കാണുന്ന 95% കുട്ടികളും ചെയ്യാത്തൊരു കാര്യമാണ്. തന്നിരിക്കുന്ന ചോദ്യത്തിലെ കവിതയുടെ വരികൾ പലരും പറയും, സാറേ ഹിന്ദി ഒന്നും അറിയത്തില്ല, ഞാൻ ചോദ്യപേപ്പർ അതുപോലെ ആൻസർ ഷീറ്റിൽ എഴുതിയെന്ന്. ഇങ്ങനെയുള്ള ആൾക്കാരോടാണ് കവിതയിൽ നിങ്ങൾക്ക് അത് ചെയ്യാം. ഓക്കെ, കവിതയുടെ അപ്രിസിയേഷൻ ചോദിക്കുമ്പോൾ അത് നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഞാൻ പറഞ്ഞുതരാം, मैं आपको बताऊंगा എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. സോ മുझे इस कविता की ये पंक्तियां सबसे अधिक पसंद है. ഈ കവിതയിൽ ഈ 2 വരികൾ എനിക്ക് വളരെയധികം ഇഷ്ടമാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യണം? ആ കവിതയിൽ ഏതെങ്കിലും 2 വരി, വരികളുടെ അർത്ഥം പോലും അറിയേണ്ട സാറേ, എനിക്ക് ഇതിന്റെ വരിയുടെ അർത്ഥം ഒന്നും അറിയില്ല, എന്നാലും ഏതെങ്കിലും ഒരു 2 വരി എന്ത് ചെയ്യണം? അവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് എഴുതുക. അല്ലെങ്കിൽ 4 വരിയെങ്കിൽ 4 വരി എടുത്തോ. നിങ്ങളുടെ സന്തോഷത്തിന് വേണ്ടിയിട്ട് കുറച്ചുകൂടെ വലിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, കുറച്ചുകൂടെ പേജ് കൂട്ടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 4 വരിയെങ്കിൽ 4 വരിയെങ്കിൽ എടുത്തോ. എന്നിട്ട് പറയണം ഈ കവിതയ്ക്ക് ഏ दो എന്ന് മാറ്റിയിട്ട് इस कविता की ये पंक्तियां, या दैट्स ओके. सो ये कविता की 4 पंक्ति 2 पंक्ति ये पंक्ति, ഈ വരികൾ. ഓക്കെ, ये पंक्ति എന്ന് പറയുന്നത് ഈ വരികളാണ്. സോ ഈ വരികൾ, ഈ കവിതയുടെ ഈ വരികൾ എനിക്ക് വളരെയധികം പസന്ത് ഹേ. എന്നിട്ട് ആ വരികൾ എഴുതുന്നു. ഇനി എന്ത് ചെയ്യണം? വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാൽ പോരല്ലോ, അതിൻ്റെ ഒരു റീസൺ കൂടെ വേണ്ടേ? ഓക്കെ, ഒരാളെ നമുക്ക് ഇഷ്ടമാണെങ്കിൽ അതിനൊരു റീസൺ കൂടി ഉണ്ടാവും. ഓക്കെ, ആ റീസൺ നമ്മൾ എന്ത് ചെയ്യുന്നു? എഴുതി വെക്കുന്നു. റീസൺ എഴുതുന്നു, കാരണം എന്ന് എഴുതണ്ട, ക്യൂക്കി, കാരണം ആണ് നമ്മൾ എഴുതേണ്ടത്, അത് നമ്മൾ എഴുതുന്നു. ക്യൂക്കി ഇൻ പങ്ക്തിയോ മേ ഗഹര അർത്ഥ छिपा है. കാരണം ഈ വരികളിൽ ആഴത്തിലുള്ള അർത്ഥം ഒളിഞ്ഞിരിക്കുന്നുണ്ട് സാറേ. ഓക്കെ, സോ ക്യൂക്കി ഇൻ പങ്ക്തിയോ മേ ഗഹര അർത്ഥ छिपा है, വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. और ये सीधा दिल को छू लेती है, ഡയറക്റ്റ് നമ്മളെ ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളാണ്. വാ, അർത്ഥമൊന്നും അറിയില്ല, എന്നാൽ പോലും നമ്മൾ എഴുതും ഈ കവിത की ये 2 पंक्तियां बहरा जो बहुत गहरा अर्थ छिपा है. കവിതയിൽ ഈ വരികളിൽ വളരെ ആഴത്തിലുള്ള അർത്ഥങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ये सीधे दिल को छू लेती है, നേരെ നമ്മുടെ ഡയറക്റ്റ് ആയിട്ട് നമ്മുടെ ഹൃദയത്തെ സ്പർശിക്കുന്ന വരികളാണ്. വാവ്, സെറ്റല്ലേ? ഇനി ഒരു കൺക്ലൂഷൻ, ഇനി ഒരു നിഷ്കർഷ്. എപ്പോഴും ഞാൻ പറഞ്ഞു ബോഡി എന്ന് പറയുന്ന ആൾക്കാരാണ് ഇതൊക്കെ. ബോഡി കഴിഞ്ഞു, ഇനി ഒരു കൺക്ലൂഷനിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇത് നല്ല രീതിയിൽ അടുത്തൊരു ലാസ്റ്റ് പാരഗ്രാഫ്, 3rd പാരഗ്രാഫിൽ ഒരു കൺക്ലൂഷൻ എന്ന രീതിയിൽ സമാപ്തി എന്ന് പറയുന്ന കാര്യം അവസാനിപ്പിക്കണം. നല്ല രീതിയിലൊരു നിഷ്കർഷ്, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ, നിങ്ങളുടെ ഒരു ഒപ്പീനിയൻ കൂടെ നിങ്ങൾക്ക് ഇതിൻ്റെ അകത്ത് ഉൾപ്പെടുത്താം. നിങ്ങൾക്ക് ഈ കവിത വായിച്ചിട്ട് നിങ്ങൾക്ക് പ്രചോദനമായതും നിങ്ങളുടെ ഒപ്പീനിയനും സമൂഹത്തിൽ ഈ കവിത എത്രമാത്രം പ്രതിപാദിച്ചിട്ടുണ്ട്, സമൂഹത്തിൽ മാറ്റം കൊണ്ടുവരാൻ ഈ കവിതയുടെ കോൺട്രിബ്യൂഷൻ, യോഗ്ദാൻ എത്രമാത്രം ഉണ്ട് എന്നൊക്കെ നിങ്ങൾക്കൊരു ഐഡിയ ഉണ്ടാവില്ലേ? അതെന്തും ആവട്ടെ, അത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അവിടെ ഉൾപ്പെടുത്താം. അവസാനത്തെ ഈ എടുത്ത് ഈ കവിത ഹമാരെ ഹൃദയക്കോ ചൂ ലെത്തി ഹേ, ഈ കവിത നമ്മുടെ ഹൃദയത്തെ ടച്ച് ചെയ്യുന്നതാണ്.
यह हमारे जो जीवन के विभिन्न मोडों पर सोचने के लिए मजबूर कर देती है. ഈ മോഡ് എന്ന് പറയുന്നത് വഴിത്തിരിവ് അല്ലെങ്കിൽ ഡയമെൻഷൻ എന്നൊക്കെയാണ്. ഈ കവിത നമ്മുടെ ജീവിതത്തിലെ വ്യത്യസ്തമായിട്ടുള്ള ഡയമെൻഷനിൽ ചിന്തിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഈ കവിത എന്ത് ചെയ്യുന്നുണ്ട്? മജ്ബൂർ കർ ദേത്തി ഹെ. നമ്മളെ എന്ത് ചെയ്യുന്നുണ്ട്? മജ്ബൂർ, നമ്മളെ പ്രേരിപ്പിക്കുന്നുണ്ട്. ये एक संदेश परक और प्रेरणादायक കവിത है. ഇത് വളരെ എന്താണ്? സന്ദേശ് പരക്ക്, ഒരു മെസ്സേജ് കൊടുക്കുന്നതും ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിതയാണ് ഈ കവിത എന്ന് പറയുന്നത്. സെറ്റല്ലേ? ഇങ്ങനെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഈ കവിതയുടെ ഒരു ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് സെറ്റായിട്ട് എഴുതാൻ സാധിക്കുന്നതാണ്. ഓക്കെ, സോ കവിതയുടെ ആസ്വാദന കുറിപ്പ് നിങ്ങൾക്ക് ഇങ്ങനെ സൂപ്പറായിട്ട് എഴുതാൻ സാധിക്കും. ठीक बच्चों, റെഡി? ക്ലിയർ? ഓക്കെ. സോ ഈ കവിത എന്ന് പറയുന്നത് വളരെ സന്ദേശപരക്കാണ്, അതുപോലെ തന്നെ പ്രേരണദായകമാണ്, ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു കവിതയാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് അവസാനിപ്പിക്കാം. പരിപാടി ഇസ് ഡൺ. ഓക്കെ, സോ ठीक बच्चों, അടുത്ത നോക്കാം. അടുത്തത് ഏറ്റവും അവസാനമായിട്ട് പോസ്റ്റർ എന്ന് പറയുന്ന ആ ഒരു പരിപാടിയാണ്. സോ പോസ്റ്റർ എന്ന പരിപാടി വരുന്ന സമയത്ത് എങ്ങനെ ഡെക്കറേറ്റീവ് ആക്കാം? സോ പോസ്റ്റർ എന്ന് പറയുന്നത് രണ്ട് തരത്തിലുള്ള പോസ്റ്റർ ഉണ്ട്. സന്ദേശ് പോസ്റ്റർ ഉണ്ട്. സന്ദേശ് പോസ്റ്റർ എന്ന് പറഞ്ഞാൽ മെസ്സേജ്, ഏതെങ്കിലും ഒരു മെസ്സേജ് കൊടുക്കുന്നതാണ്. ഇപ്പം പര്യാവരൺ ദിവസ്, എൻവയോൺമെന്റ് ഡേ, ജൂൺ 5. ഓക്കെ, സോ ജൂൺ 5 എൻവയോൺമെന്റ് ഡേ ആണെങ്കിൽ ആ ദിവസത്തോടനുബന്ധിച്ച് മരങ്ങളെ നട്ട് വളർത്തു, മരങ്ങളെ മുറിക്കരുത് എന്നൊക്കെ പറയുന്ന ഒരുപാട് പോസ്റ്റേഴ്സ് നമ്മൾ എഴുതാറുണ്ട് അല്ലേ? അതിൽ വെറും പ്ലക്കാർഡൊക്കെ കൊടുക്കുന്ന പോലെ സന്ദേശങ്ങൾ മാത്രമേ ഉണ്ടാവത്തുള്ളൂ, മെസ്സേജസ് ഉണ്ടാവത്തുള്ളൂ. പക്ഷേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് സിമ്പിളായിട്ട് എഴുതാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്യാം, അധികലേക്ക് പോകുന്നില്ല, മറിച്ച് ഒരു ഇൻസ്പയറിംഗ് ആയിട്ടുള്ള ഒരു നമ്മുടെ വാട്ട് വാസ് ദാറ്റ്, നമ്മുടെ കാര്യക്രം പോസ്റ്റർ, പ്രോഗ്രാം പോസ്റ്റർ എന്ന് പറയുന്ന ആളെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. നമ്മുടെ സ്കൂളിലൊരു പ്രോഗ്രാം, പലർക്കും ബുദ്ധിമുട്ടിയതാണ്, ഒരു സ്കൂളിലൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നു, അതിലെന്ത് ചെയ്യണം? ഒരു പോസ്റ്റർ തയ്യാറാക്കണം എന്ന് പറയുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രഷ് പേജ്, നല്ലൊരു ബോക്സ് 4 ഭാഗത്തും ചേർത്തിട്ട് നല്ലൊരു ബോക്സ് അങ്ങ് വരച്ചോ. ഓക്കെ, സെറ്റ് അല്ലേ? ഓക്കെ, സോ 4 ഭാഗത്തും അങ്ങ് ചേർത്തിട്ട് നല്ലൊരു ബോക്സ് അങ്ങ് നമ്മൾ വരച്ചു വെച്ചിട്ടുണ്ട്. എന്നിട്ട് ആണ് ചെയ്യുന്നത് ഡേറ്റ്, ആ ഒരു ദിവസത്തിൻ്റെ പ്രത്യേകത. സോ ഡേറ്റിൻ്റെ പ്രത്യേകത നമ്മൾ എന്ത് ചെയ്തു? ഈ ഒരു ഡേറ്റ്, ആ ദിവസത്തിൻ്റെ പ്രത്യേകത നമ്മൾ അവിടെ കൊടുക്കുന്നു. എന്നിട്ട് എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ, ഓക്കെ, സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ എന്ന് ഞാൻ കൊടുത്തു. 4 ഭാഗത്തും ബോക്സ് വേണേ. സോ ബോക്സ് ഇവിടുന്ന് പോയിട്ടുണ്ട്, 4 ഭാഗത്തും ചെയ്യണം ആ ബോക്സ് ഫുള്ളായിട്ട് വരക്കണം. ഓക്കെ, നല്ലൊരു ഫ്രഷ് പേജിൽ ചോദ്യത്തിൽ എഴുതി സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ എവിടെയാണ് സംഘടിപ്പിക്കുന്നത്? ഞാൻ കണ്ണൂരാണ് കൊടുത്തത്. സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ, ഏത് ഡേറ്റ് ആണ്, എന്താണ് ആ ദിവസത്തിൻ്റെ പ്രത്യേകത, എന്തെങ്കിലും ഒരു മോട്ടിവേഷൻ ക്യാപ്ഷൻ കൊടുക്കാൻ പറ്റുമെങ്കിൽ അതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? അതവിടെ കൊടുക്കാം. ചോദ്യത്തിലുണ്ടാവും, അത് മനസ്സിലാക്കി എന്തെങ്കിലും കൊടുത്തോ. വേറെ ആര് പറഞ്ഞില്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഒരു മോട്ടിവേഷൻ ക്യാപ്ഷൻ അങ്ങ് ഇട്ടുകൊടുത്തോ. ഓക്കെ, സോ അടുത്ത എന്താണ്? പരിപാടികളാണ്. കാര്യക്രം എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എഴുതാം. പ്രോഗ്രാംസ്, സ്കൂളിൽ ഒരുപാട് പ്രോഗ്രാംസ് നടത്തുമല്ലേ ആ ദിവസത്തോടനുബന്ധിച്ച്, അവിടെ ഞാൻ കൊടുക്കുന്നു സങ്കോഷ്ഠി എന്ന് പറയുന്ന സെമിനാർ എന്ന പരിപാടി നമ്മുടെ സ്കൂളിൽ സംഘടിപ്പിക്കുന്നുണ്ട് ഈ ദിവസത്തോടനുബന്ധിച്ച്. അത് ഏത് ഡേറ്റിലാണ് എന്ന് കൂടെ നമുക്ക് എന്ത് ചെയ്യാം? അവിടെ ഒന്നും കൂടെ എഴുതാം. ഏത് ഡേറ്റിലാണ് പരിപാടി, ഏത് സമയത്താണ്, വൈകുന്നേരം 5 മണിക്ക്, ഷാം 5 ബജെ, സുബഹ് 10 ബജെ, അങ്ങനെ ഏത് സമയത്താണ് പരിപാടി, അത് അവിടെ കൊടുത്തു. ഇനി എന്ത് ചെയ്യണം? പറ്റുമെങ്കിൽ ഒരു പിക്ചർ എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു പിക്ചർ ആ ദിവസത്തോടനുബന്ധിച്ചുള്ള എന്തെങ്കിലും ഒരു ചിത്രം നല്ല രസത്തിൽ വരക്കാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ വരക്കാം. എന്നിട്ട് ഇത് ഞാൻ പറയുന്ന ഈ ഫോർമാറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത്യാവശ്യം അറിയുന്നവർക്ക് ഇത് ഉപയോഗിക്കാം. നിങ്ങൾക്ക് ഇതിൻ്റെ കൂടെ ആഡ് ഓൺ ആയിട്ട് സാർ അങ്ങനെ എഴുതിക്കൂടെ, ഇതും ഇതിൻ്റെ കൂടെ ചേർത്ത് എഴുതിക്കൂടെ? ഓക്കെ, സോ നമ്മളിവിടെ പറയുന്നതിൽ ഉദ്ഘാടനമേ ഉള്ളൂ, ഇനാഗ്രേഷനേ ഉള്ളൂ. അതിൻ്റെ കൂടെ എന്താണ്? വെൽക്കം അഡ്രസ്സ് കൊടുത്തൂടെ, പ്രസിഡൻഷ്യൽ അഡ്രസ്സ് കൊടുത്തൂടെ, കീനോട്ട് അഡ്രസ്സ് കൊടുത്തൂടെ, എല്ലാം കൊടുത്തോ. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അതൊക്കെ കൊടുക്കാം. വലിയൊരു പോസ്റ്റർ ആയിക്കോ, ഡെക്കറേറ്റ് ചെയ്ത് വിട്, രസമായിക്കോട്ടെ, ടീച്ചർ ഞെട്ടട്ടെ, മാർക്ക് ഇങ്ങനെ വീഴട്ടെ, സെറ്റ്. ठीक बच्चों, ഇപ്പോൾ ടൈം ഏകദേശം രാത്രി മോർണിംഗ് 12:30 ആയിട്ടുണ്ട്. സോ ദാറ്റ്സ് വൈ ഐ എം വെരി ഓക്കെ, സോ നല്ല മൂഡിലുള്ളത്, കാരണം എക്സാംസ് ഒക്കെ അല്ലേ. സോ ദാറ്റ്സ് ഇറ്റ്, ലീവ് ഇറ്റ്. അപ്പോൾ അതാണ് എനിക്കും നല്ല വൈബ്രൻ്റ് ആയിട്ട്, എന്തൊക്കെയോ എബുലിയൻ്റ് ആയിട്ട്, എന്തൂസിയാസ്റ്റിക് ആയിട്ട് ഞാനും ഇങ്ങനെ നല്ലൊരു ഫ്ലോയിലാണുള്ളത്, ഒരു ഒപ്റ്റിമൽ ഫ്ലോയിൽ ഇങ്ങനെ ഞാൻ പോകുന്നുണ്ട്. ഓക്കെ, സോ ദാറ്റ്സ് ഗുഡ്. ഓക്കെ, തിരിച്ചു വരാം. എന്നിട്ട് എന്ത് ചെയ്യുന്നു? ഉദ്ഘാടനം ആരാണ്? ശ്രീ എൻ ഷംസുദ്ദീൻ ആണ്. ഓക്കെ, വിദ്യാഭ്യാസ മന്ത്രി, അല്ലെങ്കിൽ എൻ്റെ പേര് എഴുതിക്കോ, ശ്രീ ധീരജ് ജയു. ഓക്കെ, ധീരജ് ജയു എന്താണ്? ആരാണ് നിങ്ങളുടെ ഹിന്ദി അധ്യാപക് അല്ലെങ്കിൽ ജിമ്മൻ സാർ? എന്തെങ്കിലും നിങ്ങൾക്ക് ആരാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത്? അല്ലെങ്കിൽ നമുക്ക് എന്താണ് റെസ്പെക്ട് ചെയ്യാം. ലെറ്റ്സ് റെസ്പെക്ട് അവർ എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശ്രീ എൻ ഷംസുദ്ദീൻ, മാനനീയ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള ബഹുമാനപ്പെട്ട ശിക്ഷാ മന്ത്രി എന്ന് എഴുതിയാൽ മതി. സാമാന്യ ശിക്ഷാ പൊതുവിഭാഗം അത്രക്കൊന്നും വേണ്ട, നേരെ എന്ത് ചെയ്യാം? ശിക്ഷാ മന്ത്രി. ഓക്കെ, മാനവീയ എന്ന് പറഞ്ഞാൽ എന്താണ്? മാനവീയ മത്തലബ് ഹോത്ത ഹ്യൂമാനിറ്റി എന്നായി. മാനനീയ ബഹുമാനപ്പെട്ട ശിക്ഷാ മന്ത്രി, വിദ്യാഭ്യാസ മന്ത്രി ആര്? ശ്രീ ഷംസുദ്ദീനാണ് ഉദ്ഘാടനം ചെയ്യാൻ വരുന്നത് ഈ പരിപാടി. എവിടെയാണ് ഈ പരിപാടി നടക്കുന്നത്? സ്കൂൾ സഭാഗൃഹമേ, മേ എന്നത് ഇവിടെ കേട്ടണേ, സ്കൂൾ സഭാഗൃഹ ഓഡിറ്റ് ലൊക്കേഷൻ എന്ന് പറയുന്നത് ഒരു ചിത്രം ഇങ്ങനെയൊക്കെ വരക്കാം. ഞാൻ പണ്ട് ഇങ്ങനെയൊക്കെ വരക്കാറ്, ഇങ്ങനെ വെച്ചിട്ട് ഒരു ലൊക്കേഷൻ്റെ ചിത്രം വരക്കാറില്ലേ? അങ്ങനെ നിങ്ങൾ ലൊക്കേഷൻ വരച്ചിട്ട് എവിടെയാണെന്ന് കൊടുക്കാം. സ്കൂൾ സഭാഗൃഹ, സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സഭാഗൃഹമേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ലൊക്കേഷൻ്റെ ചിത്രമൊക്കെ ഞാൻ പണ്ട് വരക്കാറുണ്ട്. ഓക്കെ, സോ അങ്ങനെയാണ് നിങ്ങൾക്ക് കൊടുക്കാം. അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ വീട് പോലെയൊക്കെ വെച്ച് കഴിഞ്ഞാൽ അവിടെയാണ് നടക്കുന്നത് ആ ലൊക്കേഷൻ. സ്ഥാൻ എന്ന് പറഞ്ഞു കൊടുക്കാം. ഒന്നും ചിത്രം നിങ്ങൾക്ക് വരക്കാൻ അറിയുന്നില്ലെങ്കിൽ സ്ഥാൻ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ആ ലൊക്കേഷൻ കൊടുക്കാം. എന്നിട്ട് എന്തായാലും മറക്കരുത്, മിസ്സാകരുത്, സബ്കാ
സ്വാഗത് എന്ന് എഴുതാൻ മിസ്സാക്കരുത്. എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് ഞാൻ ഹാർദ്യമായിട്ട് സ്വാഗതം ചെയ്യുന്നു. സബ്കാ സ്വാഗത് ഹേ, സബ്കാ സ്വാഗത് എന്ന് നിങ്ങൾ എന്തായാലും എഴുതണം. എന്നിട്ട് അവസാനം റൈറ്റ് സൈഡിൽ തൊട്ട് താഴെയായിട്ട് ഹിന്ദി ക്ലബ് സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ, ഹിന്ദി ക്ലബ് സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ എന്ന് പറയുന്ന ആ ഒരു കാര്യം കൂടെ റൈറ്റ് സൈഡിൽ തൊട്ട് താഴെ നിങ്ങൾ മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പരിപാടി സിമ്പിളാണ്, പക്കയാണ്, തീർന്നു. ആരാണ് സംഘടിപ്പിക്കുന്നത് എന്നൊരു കാര്യം റൈറ്റ് സൈഡിൽ തൊട്ട് താഴെ ഹിന്ദി ക്ലബ്ബ് എന്ന് പറയുന്നത് നമുക്കറിയാം. നേച്ചർ ക്ലബ്ബ് ഉണ്ട്, എൻവയോൺമെന്റ് ക്ലബ്ബ്, മറ്റേ ഗണിത് മാത്സ് ക്ലബ്ബ്, ഓക്കെ, എല്ലാ ക്ലബ്ബും ഉണ്ട്. അപ്പോൾ ഒന്ന് ഹിന്ദി ക്ലബ്ബാണ് ഇത് സംഘടിപ്പിക്കുന്നത്. സർക്കാരി ഹൈസ്കൂൾ കണ്ണൂർ, ഏത് സ്കൂളാണോ മുകളിൽ എഴുതിയത് ആ സ്കൂളിനെ തന്നെ താഴെ കൂടെ മെൻഷൻ ചെയ്യണം, മാറിപ്പോകരുത്. പരിപാടി തീർന്നു. നല്ലൊരു ബോക്സിൽ അലൈൻമെന്റോട് കൂടി സിസ്റ്റമാറ്റിക് ആയിട്ട് നല്ലൊരു ചിത്രമൊക്കെ വരച്ചു കഴിഞ്ഞാൽ നല്ലൊരു മാർക്ക് ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റുന്ന ഒരാളാണ് നമ്മുടെ പോസ്റ്റർ എന്ന് പറയുന്ന ആൾ. കാര്യക്രം പോസ്റ്റർ, പ്രോഗ്രാം പോസ്റ്റർ മിസ്സാക്കരുത്. ഏ കാര്യക്രം പോസ്റ്ററെ बच्चों, ये प्रोग्राम पोस्टर है. ओके, सो ये कार्यक्रम पोस्टर है, प्रोग्राम पोस्टर है, यो नोट करो. सो प्रोग्राम ആണ്. ഓക്കെ, സോ ഒരു പ്രോഗ്രാമിലേക്കുള്ള പോസ്റ്ററാണ് ഇത്. ഓക്കെ, സന്ദേശ് പോസ്റ്റർ എങ്ങനെയാണ് എഴുതേണ്ടത് എന്നത് നല്ലൊരു ഐഡിയ ഞാൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്. സെറ്റാണോ? ഇതുവരെ ഓക്കെ അല്ലേ? പരിപാടി തീർന്നില്ലേ? പോരെ? എളുപ്പമല്ലേ? എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. തൊട്ടീക വെച്ചോ, ബോധ് ധന്യവാദം. ഇത്രേ എനിക്ക് പറയാനുള്ളൂ. ഇനി നിങ്ങളാണ് പഠിക്കേണ്ടത്. ഉഷാറാക്കി പഠിച്ചോ, നല്ല മാർക്ക് എല്ലാവർക്കും കിട്ടട്ടെ. ഇനി ഒരിക്കലും എന്താണ് എഴുതേണ്ടത് എന്ന് അറിയിച്ച് ടെൻഷൻ അടിക്കരുത്. പറഞ്ഞു തന്നിട്ടുണ്ട്. ഒന്ന് റിവൈസ് ചെയ്താൽ മതി, ഒന്ന് എഴുതി പ്രാക്ടീസ് ചെയ്യും. ബാക്കിയൊക്കെ നമുക്ക് എന്ത് ചെയ്യാം? നിങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് എവിടെ പഠിച്ചു തുടങ്ങണം? ഓണം എക്സാം ആയി, ഇനി അങ്ങോട്ടേക്ക് നല്ലത് നിങ്ങൾക്ക് പഠിച്ചു പോകണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഞാൻ 2 കാര്യങ്ങൾ പറഞ്ഞുതരാം. ഒന്നെന്ന് പറയുന്നത് എന്താണ്, എജുപോഡിന്റെ സൂപ്പർ ബാച്ചിനെ ജോയിൻ ചെയ്യാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നതിന് താഴെ നോക്കാം. അല്ലെങ്കിൽ ജിമ്മൻ സാർ എജുപോഡ് എന്ന ഇൻസ്റ്റാഗ്രാം നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ജിമ്മൻ സാർ എജുപോഡ് എന്ന് അടിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് ഒരു പേജ് കിട്ടും. ആ പേജിൽ ലിങ്ക്സ് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ് SSLCയോ ക്ലാസ് 9 എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ചാനൽസിന്റെ ലിങ്ക് കാണാം. നിങ്ങളുടെ ക്ലാസ്സിന്റെ ലിങ്കിൽ കയറിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മുന്നോട്ടേക്ക് നല്ല രീതിയിൽ പഠിക്കാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട്. ഞാനൊരു ചാനൽ തന്നെ നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. എക്സാം സമയങ്ങളിൽ എങ്ങനെയൊക്കെ പഠിച്ചാൽ നല്ലൊരു മാർക്കിലേക്ക് എത്താം, ഒരുപാട് ടിപ്സ് ഒക്കെ ഞാൻ അതിൽ പറഞ്ഞു തരുന്നതാണ്. സോ നേരെ ആ ഒരു ചാനലിലും ജോയിൻ ചെയ്തോളൂ. ഫ്യൂച്ചറിലേക്ക് നല്ല രീതിയിൽ നമുക്കിനി മുന്നോട്ടേക്ക് ക്രിസ്മസ് എക്സാം, ആനുവൽ എക്സാമിലൊക്കെ നല്ലൊരു മാർക്ക് വാങ്ങി എല്ലാത്തിലും ആ ഹിന്ദിയിൽ A+ എന്ന് പറയുന്ന സ്വപ്നത്തിലേക്ക് ഞാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സഹായിക്കും. ഹിന്ദി റെവല്യൂഷൻ, ഹിന്ദി നിങ്ങൾക്ക് ഉഷാറാക്കണം, ഹിന്ദി നമ്മളുടെ കൂടെ ഉഷാറാക്കണം. ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ ലാംഗ്വേജ് സ്കിൽ ഇൻ ഹിന്ദി, ഇഫ് യു വാണ്ട് ടു ഇംപ്രൂവ് യുവർ സബ്ജക്ട് ഹിന്ദി എന്ന് പറയുന്ന സബ്ജക്റ്റിനെ നിങ്ങൾക്ക് ഇംപ്രൂവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഐ ക്യാൻ റിയലി ഹെൽപ്പ് യു. എജുപോഡിന് ഹിന്ദി റെവല്യൂഷൻ ക്ലാസ്സസ് ഒക്കെ ഉണ്ട്. ഓക്കെ, അതിനെക്കുറിച്ചൊക്കെ ഞാൻ എന്ത് ചെയ്യാം? ആ ഒരു ചാനലൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട്. ഞാൻ ടെൻഷൻ കി കോയി ബാറ്റ് नहीं है. നല്ല രീതിയിൽ പഠിച്ചോ. ഡിസ്ക്രിപ്ഷൻ ചെക്കൗട്ട് ചെയ്തോ. ഒരുപാട് നിങ്ങൾക്ക് ഓണം എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള കമ്മ്യൂണിറ്റികളുടെ ഒക്കെ ലിങ്ക് ഉണ്ടാവും. അതുപോലെ നമ്മുടെ എജുപോഡിന്റെ സൂപ്പർ ബാച്ച് के बाद आया है हमारे जो फास्ट ट्रैक बैच. ഓക്കെ, സോ ബാച്ചസിൽ എജുപോഡിന്റെ ബാച്ചിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ട് താഴത്തെ നോക്കിയാൽ മതി. അവിടെ ഓഫർ കാര്യങ്ങളൊക്കെ കിട്ടും. നേരെ പോയി ജോയിൻ ചെയ്തോ. ഉഷാറാക്കി പഠനം നടക്കട്ടെ. तो ठीक है, मिलते हैं अगले वीडियो के साथ. നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള വീഡിയോസ് വേണമെങ്കിൽ അതിൽ രീതിയിൽ പറയാം. അല്ലെങ്കിൽ ഈ ഒരു വീഡിയോ എത്രമാത്രം നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി എന്നൊരു കാര്യം കമന്റ് ബോക്സിൽ പറയണം. നിങ്ങളുടെ ജോഷാണ് എൻ്റെയും ജോഷ്, आपकी जो फायर मेरा जो फायर. സോ താങ്ക് യു बच्चों. इसी प्रकार एक बेहतर वीडियो के साथ मैं जरूर आऊँगा. ഞാൻ തീർച്ചയായിട്ടും ഇതുപോലത്തുള്ള നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്ന ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസ് ആയിട്ട് ഞാൻ എന്തായാലും വരുന്നത് തന്നെയാണ്. नेवर मिस बच्चों. तो लाइक करो, शेयर करो, अपने दोस्तों के साथ भी शेयर करो. आप भी पढ़ लो. ओके, यू हैव टू ഡു സെൽഫ് സ്റ്റഡി ഫസ്റ്റ്. സോ സെൽഫ് സ്റ്റഡി ആദ്യം നടക്കട്ടെ, എന്നിട്ട് നിങ്ങളുടെ ഫ്രണ്ട്സിലൊക്കെ ഒന്ന് ഷെയർ ചെയ്തോളൂ. സോ താങ്ക് യു. മിൽത്തെ ഹെ. ജയ് ഹിന്ദ്. ഉഷാറാക്കണം, മറക്കരുത്. ഹിന്ദിയിൽ A+ നമ്മൾ തൂക്കിയിരിക്കും. സോ ജയ് ഹിന്ദ് ബച്ചോ. താങ്ക് യു.